Hello everyone, welcome to CWJ Malayalam channel. This is Deepthi, your reasoning trainer. സോ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ PDF കോഴ്സസ്, വീഡിയോ കോഴ്സസ്, അതേപോലെ എന്താണ് ബാങ്കിങ് അവയർനെസ് PDF എല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. പക്ഷേ ഇതിൽ റേറ്റിന് ഡിഫറൻസ് ഉണ്ട്, ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആ വെബ്സൈറ്റ് കയറുക, അതേപോലെ www.crackvijak.com വെബ്സൈറ്റ് കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക റേറ്റ് കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉണ്ട്, അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. പക്ഷേ എന്താണ് കൂപ്പൺ കോഡ് DEEPZ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അത് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു 35 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കറക്റ്റ് എക്സാം ആ ഒരു പാറ്റേണിൽ തന്നെ എക്സാം മോഡൽ. ഓക്കെ, നമ്മുടെ SBI ക്ലർക്ക് പ്രിലിംസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ആക്ച്വലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഓക്കെ, അതായത് ഒരു ലാസ്റ്റ് ഇയേഴ്സിലെ 2019, 20, 21 ആ ഒരു ഇയേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മളിവിടെ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യുന്ന ടൈമിൽ, ഞാൻ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ വേഗം പോസ് ചെയ്തിട്ട് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈറ്റിൽ നോട്ട് ചെയ്യുക. മീൻസ് ആൻസേഴ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ എക്സ്പ്ലനേഷനിൽ ഞാൻ ആൻസർ പറയുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, ഒരു സെൽഫ് അനാലിസിസ് ചെയ്യുക നിങ്ങൾ തന്നെ. ഓക്കെ, ഇനി ബേസിക് കാര്യങ്ങളൊന്നും അത്ര അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണോ, ഓൾറെഡി എല്ലാം അറിയാം, അങ്ങനെയുള്ളവരാണെങ്കിൽ എക്സ്പ്ലനേഷൻ നോക്കാൻ നിൽക്കണ്ട. വേഗം സ്പീഡാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് മാത്രം പോസ് ചെയ്തിട്ട് വേഗം സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എത്ര ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എത്രത്തോളം 28+ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സേഫാണ്. ഓക്കെ, 30+ ഒക്കെ ആണെങ്കിൽ ഓസം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് റാങ്കിങ് ആണ്, ഓർഡർ ആൻഡ് റാങ്കിങ് ആണ്. അത് SBIയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഡർ ആൻഡ് റാങ്കിങ്. ഓക്കെ, ഓർഡർ ആൻഡ് റാങ്കിങ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വൺ. അതെന്താണ് SBIക്ക് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ വേഗം പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. സം പെൻസിൽസ് വർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 6 സ്റ്റുഡൻസ്. അപ്പോൾ 6 സ്റ്റുഡൻസ് ആണുള്ളത്. 6 സ്റ്റുഡൻസ് ആണ്. A received more than only B എന്നാണ് പറയുന്നത്. അതായത് സം പെൻസിൽസ് എന്താണ്, ഒരു 6 സ്റ്റുഡൻസിനിടയിൽ സം പെൻസിൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ A ബീനേക്കാൾ മാത്രമാണ്. അതായത് A ഈസ് ഗ്രേറ്റർ ദാൻ ഓൺലി B എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് A പെൻസിൽസ് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്, ആരെക്കാളും മാത്രം, ബീനെ വെച്ച് നോക്കുമ്പോൾ മാത്രം. ഓക്കെ, അതായത് A ഗ്രേറ്റർ ദാൻ, അപ്പോൾ എങ്ങനെയാണ് വരിക, A ഗ്രേറ്റർ ദാൻ ഓൺലി B ആണ്. പിന്നെ ഒരിക്കലും ഇതാണ് എൻഡ് എന്ന് മനസ്സിലായി. A ഗ്രേറ്റ്, പിന്നെ ഇവിടെ ഒരിക്കലും എന്തേ ഇല്ല, ആരുമില്ല, കാരണം A ഈസ് ഗ്രേറ്റർ ദാൻ ഓൺലി B ആണെന്ന്, അങ്ങനെയാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഇതിപ്പോൾ 1, 2, ഇനി എത്ര ആൾക്കാരുണ്ട്, 3, 4, 5, 6. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ എന്ന് നമുക്ക് എന്തായി മനസ്സിലായി. കാരണം A റിസീവ്ഡ് മോർ ദാൻ ഓൺലി B എന്നാണ് പറഞ്ഞത്. A ഈസ് ഗ്രേറ്റർ ദാൻ ഓൺലി B. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആരും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. X റിസീവ്ഡ് മോർ ദാൻ Z എന്നാണ്. X റിസീവ്ഡ് മോർ ദാൻ Z, ദാറ്റ് ഇസ് X ഇസ് ഗ്രേറ്റർ ദാൻ Z ആണ്. W റിസീവ്ഡ് മോർ ദാൻ A, W ഈസ് ഗ്രേറ്റർ ദാൻ A. W റിസീവ്ഡ് ലെസ് ദാൻ Z, W റിസീവ്ഡ് ലെസ് ദാൻ Z. അപ്പോൾ എവിടെയാണ് W, ഇവിടെയാണ്, കാരണം Z ഗ്രേറ്റർ ദാൻ W അല്ലേ, W ഈസ് ലെസ് ദാൻ Z. പിന്നെന്താണ്, Z ഹു റിസീവ്ഡ് ലെസ് ദാൻ Y. അപ്പം X ഓർ Y, X അല്ലെങ്കിൽ Y ഈസ് ഗ്രേറ്റർ ദാൻ Z ആണ്. അതാണ് ലാസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ്. ഓക്കെ, സോ അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഈ ഒരു ഇതിനകത്തേക്ക് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക, ഇവിടെ A, ഇവിടെ B ആണ് ഇതിൻ്റെ പൊസിഷൻ. പിന്നെ ഇവിടെ 1, 2, 3, 4, 5, 6 അല്ലേ. പിന്നെ പറയുന്നത് Z ഗ്രേറ്റർ ദാൻ W ആണ്, ആൻഡ് W ഈസ് ഗ്രേറ്റർ ദാൻ A. അപ്പോൾ ഇങ്ങനെയാണ് 1, 2, 3. പിന്നെ Y, X എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല അല്ലേ. അപ്പം പിന്നെ നമ്മൾ എന്താണ്, W ഈസ് ഗ്രേറ്റർ ദാൻ A ആണ്. സോ നമ്മൾക്ക് ഇവിടെ W പ്ലേസ് ചെയ്യുകയാണെങ്കിൽ W ഈസ് ഗ്രേറ്റർ ദാൻ A ആണ്. പിന്നെ Z ഇവിടെ കൊടുക്കുകയാണെങ്കിൽ Yയും Xും ഇവിടെ എവിടെയാണ് കൊടുക്കുക,
കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എക്സ് ബാർ വൈ എന്നേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എക്സും വൈയും വെച്ചിട്ട് അതിൽ ആരാണ് ഗ്രേറ്റർ അല്ലെങ്കിൽ ആരാണ് കൂടുതൽ പെൻസിൽസ് റിസീവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പം എന്താണ് നമുക്ക് കൺഫേം ആയിട്ട് എക്സിൻ്റെ പൊസിഷൻ ഇതാണ് അല്ലെങ്കിൽ വൈൻ്റെ പൊസിഷൻ ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എക്സ് ഓർ വൈ ആണ് ആ ഫസ്റ്റ് 2 പൊസിഷൻ. ഈ പൊസിഷനിൽ ഇവിടെ എക്സ് ഓർ വൈ ആണ്, അതേപോലെ ഇവിടെയും എക്സ് ഓർ വൈ ആണ്, പിന്നെ സെഡ് ഡബ്ല്യു എ ബി. ഓക്കെ, സോ നിങ്ങളൊന്നും കൂടി നോക്കൂ. എ റിസീവ്ഡ് മോർ ദാൻ ഓൺലി ബി, എ ഈസ് ഗ്രേറ്റർ ദാൻ ഓൺലി ബി ആണ്. അപ്പോൾ ബി ആണ് ഏറ്റവും ചെറുത് ഏതാണ്? ബി ആണ്. പിന്നെ എക്സ് റിസീവ്ഡ് മോർ ദാൻ സെറ്റ്, എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ സെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡബ്ല്യു റിസീവ്ഡ് മോർ ദാൻ എസ് ആൻഡ് ഡബ്ല്യു ഇസ് ഗ്രേറ്റർ ദാൻ എയേക്കാളും ഗ്രേറ്റർ ആണ് ഡബ്ല്യു എന്നും പറഞ്ഞിട്ടുണ്ട്. ഡബ്ല്യു റിസീവ്ഡ് ലെസ് ദാൻ സെറ്റ്, ഡബ്ല്യു റിസീവ്ഡ് ലെസ് ദാൻ സെറ്റ്. സോ സെറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു ഇപ്പുറത്താണെന്ന് സെറ്റ് ഇപ്പുറത്താണെന്ന് മനസ്സിലായി. സെറ്റ് ഹു റിസീവ്ഡ് ലെസ് ദാൻ വൈ. അപ്പോൾ വൈയും എക്സും സെറ്റിനേക്കാളും ഗ്രേറ്റർ ആണെന്ന് മനസ്സിലായി. പക്ഷേ കറക്റ്റ് പൊസിഷൻ പറയാൻ പറ്റില്ല. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു എമംഗ് ദം റിസീവ്ഡ് ഹയസ്റ്റ് നമ്പർ ഓഫ് പെൻസിൽസ്. ആരാണ്? ഐദർ എക്സ് ഓർ വൈ ഇസ് ദി ആൻസർ. ഓപ്ഷൻ ഡി. കാരണം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ആരാണ് ഹയസ്റ്റ് എന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ആണ്. ഹൗ മെനി സ്റ്റുഡൻസ് റിസീവ്ഡ് ലെസ് നമ്പർ ഓഫ് പെൻസിൽസ് ദാൻ ഡബ്ല്യു. ഡബ്ല്യുവിനേക്കാളും ലെസ് നമ്പർ ഓഫ് പെൻസിൽസ് റിസീവ് ചെയ്ത ആരാണ്? എയും ബിയും ആണ്. സോ ഹൗ മെനി? 2 ഇസ് ദ ആൻസർ. 2. സോ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫ്ലാറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക ഫ്ലോർ ബേസ്ഡ് പസിൽസ്. ഇത് ആക്ച്വലി ഭയങ്കര ഈസിയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, 8 people A, B, C, D, E, F, G, H live on a separate floor of an 8-floor building ആണ്. Lowermost floor is numbered 1 ആണ് and the topmost floor എന്താണ്? 8 ആണ്. So 8, 7, 6, 5, 4, 3, 2, 1. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് നിങ്ങൾ വളരെ സ്പീഡിൽ ഇത് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് തന്നെ അതിൽ തന്നെ എന്ത് ചെയ്യാം? എന്തായാലും 1 or 2 കേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് ഇവിടെ കൊടുക്കാനും സെക്കൻഡ് കേസിന് വേണ്ടിയിട്ട് അതാണ് ഒരു സെപ്പറേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് പറയുന്നത് ജി ലിവ്സ് ഓൺ ദ ഫ്ലോർ നമ്പേർഡ് 1 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ജി ലിവ്സ് ഓൺ ദ ഫ്ലോർ നമ്പേർഡ് 1. അപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞ ഫ്ലോറിലാണ് ആര്? ജി ഉള്ളത്. ഓക്കെ, ഓൺലി 2 people live between G and B. ഓൺലി 2 people. ജിയുടെയും ബിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരാണുള്ളത്? 2 ആൾക്കാരാണ്. അപ്പം ഇവിടെ സ്പേസ് ജിയും ബിയും 2 ആൾക്കാർ അല്ലേ. അപ്പോൾ ഇവിടെയും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സൈമിൾട്ടേനിയസ് ആയിട്ട് 2 കേസും ഇപ്പോൾ സെയിം കേസ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ജിയുടെയും ബിൻ്റെ ഇടയിൽ 2 ആളെന്ന് പറയുമ്പോൾ ഒരേ കേസ് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യും? നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് വരുമ്പോൾ വേറൊരു കേസ് വരും. അപ്പോൾ നിങ്ങൾ ആദ്യമേ അത് വരയ്ക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കേസ് നിങ്ങൾ വരയ്ക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? അടുത്ത കേസ് വരച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈസിയാണ് ക്യാൻസൽ ചെയ്ത് പോകാൻ. ഓക്കെ, ഏത് കേസാണ് ഇതിൽ ആവശ്യം വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. A lives only 2 people lives between G and B. A lives immediately above F എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഒരു മിനിറ്റ് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. സോറി, എന്നെ അല്ല ഞാൻ എഴുതിയത് കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, ഓക്കെ, ഓക്കെ. സോ ജിയും ബിയും തമ്മിൽ 2 ആൾക്കാരാണ്. പിന്നെന്ന് പറയുന്നത് എ ലിവ്സ് ഇമ്മീഡിയറ്റ്ലി എബവ് എഫ്. എ ലിവ്സ് ഇമ്മീഡിയറ്റ്ലി എബവ് എഫ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് വരുന്നത് അല്ലേ. എ ഇമ്മീഡിയറ്റ്ലി എബവ് എഫ് ആണ്. എഫിൻ്റെ തൊട്ട് മുകളിൽ എവിടെയെങ്കിലും എന്നല്ല,
ജസ്റ്റ് അല്ലേ തൊട്ട് ഇമ്മീഡിയറ്റ്ലി എബവ് എഫ് ആണ് എ. അപ്പോൾ എ എഫ് എന്ന് പറയുന്നൊരു പാറ്റേൺ ഇതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, പക്ഷേ എ ലിവ്സ് ഓൺ ആൻ ഈവൺ നമ്പേർഡ് ഫ്ലോർ. എ ലിവ്സ് ഓൺ ആൻ ഈവൺ നമ്പേർഡ് ഫ്ലോർ. അപ്പോൾ എ എന്ന് പറയുന്നത് ഈവൺ നമ്പേർഡ് ഫ്ലോറിലാണ് എ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് എവിടെയൊക്കെ എ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? 8 എന്ന് പറയുന്നത് ഈവൺ നമ്പേർഡ് ആണ്. 6 പിന്നെ 4ലുണ്ടോ? ഇല്ല, ബിക്കോസ് രണ്ട് കേസിലും 4ൽ എന്താണ്? 4th ഫ്ലോറിൽ ബി ഉണ്ട്, പിന്നെ 2 അല്ലേ. സോ ഈ 3 കേസിലാണ് എന്തുള്ളത്? എ ഉണ്ടാവാൻ ചാൻസസ്, ബിക്കോസ് എ എന്ന് പറയുന്നത് ഈവൺ നമ്പേർഡ് ഫ്ലോർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ എ ഇവിടെ ആണെങ്കിൽ തൊട്ട് താഴെ ആര് വരണം? എഫ് വരണം, ബിക്കോസ് അതാണ് അതിൻ്റെ പാറ്റേൺ. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ 6th ഫ്ലോറിലാണ് എ ഉണ്ടാവാൻ ചാൻസ്. അങ്ങനെയാണെങ്കിൽ എ ആണെങ്കിൽ തൊട്ട് താഴെ എഫ് വരണം. പിന്നെ ഈ സെക്കൻഡ് ഫ്ലോർ ഈവൺ നമ്പർ ആണെങ്കിലും പക്ഷെ അതിൽ ചാൻസ് ഇല്ല, ബിക്കോസ് രണ്ട് കേസിലും താഴെ ആരാ ഉള്ളത്? ജി ആണുള്ളത്. അപ്പം എ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ താഴെ ആര് വരണം? എഫ് വരണം. ഓക്കെ, അപ്പോൾ 2 കേസ് മാത്രമാണുള്ളത്. ഇനി ഓൺലി 1 person ലീവ്സ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഇ. എഫിൻ്റെയും ഇൻ്റെയും ഇടയിൽ എത്ര ആൾ വേണം? ഒരാൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ വരാം. ഓക്കെ, അതേപോലെ ഇതാ ഇവിടെ എഫിൻ്റെയും ഇൻ്റെയും ഇടയിൽ ഇതാ ഇവിടെ തന്നെ ഈ സെക്കൻഡ് കേസിൽ തന്നെ 2 കേസ് വന്നു ഇപ്പോൾ. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്നുണ്ട് എഫ് ലിവ്സ് എബവ് ബി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എഫ് ലിവ്സ് എബവ് ബി. എഫ് ലിവ്സ് എബവ് ബി. അപ്പോൾ എന്താണ്? എഫ് ലിവ്സ് എബവ് ബി എന്നാണ് പറയുന്നത്. അപ്പം അപ്പോൾ എഫ് ലിവ്സ് എബവ് ബി തന്നെയാണ് അല്ലേ? എഫ് ലിവ്സ് എബവ് ബി. പിന്നെ പറയുന്നത് ഓൺലി 1 person ലിവ്സ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഇ. ഓൺലി 1 person ലിവ്സ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഇ. എച്ച് ലിവ്സ് ഓൺ ആൻ ഓഡ് നമ്പർ ഫ്ലോർ എബവ് എ. എബവ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എബവ് എ ഇവിടെ ഈ ഒരു കേസിൽ എബവ് എ പോസിബിൾ അല്ല, ബിക്കോസ് ഇത് ടോപ്പ് മോസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കേസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, കാരണം എച്ച് ലിവ്സ് ഓൺ ആൻ ഓഡ് നമ്പർ ഫ്ലോർ എബവ് എ. അപ്പോൾ ഈ കേസിൽ ഓഡ് നമ്പർ ഫ്ലോർ എബവ് എ ഏതാണ്? 7th ഫ്ലോറാണ്. അപ്പോൾ ഇവിടെ ഈ വരില്ല, കാരണം എയുടെ മുകളിലുള്ള ഒരു ഓഡ് നമ്പർ ഫ്ലോറിലാണ് ആരുള്ളത്? എച്ച് ഉള്ളത്. അപ്പോൾ ഇവിടെ ആരാ വരിക? എച്ച് ആണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ആരാ നമുക്കറിയില്ല, എച്ച് കിട്ടി. എ എഫ് ബി ഇ. പിന്നെ നമുക്ക് എന്താണ്? ഡി ഡസ് നോട്ട് ലിവ് ഓൺ ദ ടോപ്പ് മോസ്റ്റ് ഫ്ലോർ. ഇവിടെ ടോപ്പ് മോസ്റ്റ് ഫ്ലോറിൽ ഡി ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇവിടെയാണ് ബ്ലാങ്ക് ഉള്ളത്. അപ്പോൾ ഡി ഈ ഫ്ലോറിലാണ്. പിന്നെ ആരാ ബാക്കിയുള്ള? നമുക്ക് എല്ലാം കിട്ടിയില്ലേ? ജി ഡി ഇ ബി എഫ് എ എച്ച്. പിന്നെ ആരാ ബാക്കിയുള്ളത്? സി ആണ് അല്ലേ? സി ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി പീപ്പിൾ ലിവ് ബിറ്റ്വീൻ ദ ഫ്ലോർസ് എച്ച് ആൻഡ് ബി. എച്ചിൻ്റെയും ബിൻ്റെയും ഇടയിൽ എത്ര ആൾക്കാരാണ്? 1 2 ഈസ് ദി ആൻസർ. ഓപ്ഷൻ നമ്പർ ഇ, 2 ഈസ് ദി ആൻസർ. ഇനി നെക്സ്റ്റ്, ഹൂ ലിവ്സ് ഓൺ ദ ഫ്ലോർ ഇമ്മീഡിയറ്റ്ലി ബിലോ ബി. അതായത് ബിയുടെ തൊട്ട് താഴെ ആരാണ്? ഡയഗ്രത്തിന് നമുക്ക് അറിയുന്നുണ്ട് ഇ ആണ് അല്ലേ? സോ ഓപ്ഷൻ നമ്പർ ഇ ഈസ് ദി ആൻസർ. ഇ തന്നെ. ഹൂ എമംഗ് ദ ഫോളോയിങ് ലിവ്സ് ബിറ്റ്വീൻ സി ആൻഡ് എ. സിൻ്റെയും എൻ്റെയും ഇടയിൽ. സിൻ്റെയും ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഹൂ ലിവ്സ് ഹൂ എമംഗ് ദ ഫോളോയിങ് ലിവ്സ് ബിറ്റ്വീൻ സി ആൻഡ് എ. ബിറ്റ്വീൻ സി ആൻഡ് എ ആരാണ്? എച്ച് ആണ് അല്ലേ? സി ആൻഡ് എ സെക്കൻഡ്, അതായത് 7th ഫ്ലോറിൽ എച്ച്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ദ ഗിവൻ ഇൻഫോർമേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഇൻഫോർമേഷനും വായിച്ചു നോക്കുക. ഓൺലി 1 person, ഇതിലേതാ ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഓൺലി 1 person ലിവ്സ് ബിറ്റ്വീൻ ബി ആൻഡ് എഫ്. അത് ട്രൂ ആണോ നോക്കുക. ബിയുടെയും എഫിൻ്റെയും ഇടയിൽ ഓൺലി 1 person അല്ല, ബിക്കോസ് ആരുമില്ല. എഫിൻ്റെ തൊട്ട് താഴെയാണ് ബി. ഇനി നെക്സ്റ്റ് വൺ, ഓൺലി 2 people ലിവ് ബിറ്റ്വീൻ ബി ആൻഡ് സി. ബി ആൻഡ് സി 2 people മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, അതും റോങ് ആണ്. ഇ ലിവ്സ് ഇമ്മീഡിയറ്റ്ലി എബവ് ജി. ഇ ലിവ്സ് ഇമ്മീഡിയറ്റ്ലി എബവ് ജി അല്ല, ജി കഴിഞ്ഞിട്ട് ജിയുടെ മുകളിൽ ഡി ഉണ്ട്, അതിൻ്റെ മുകളിലാണ് ഇ. പിന്നെ എച്ച് ലിവ്സ് ഓൺ ദ ഫ്ലോർ നമ്പർ 7. എച്ച് 7th ഫ്ലോറാണ്. യെസ് അല്ലേ? എച്ച് ഏത് ഫ്ലോറിലാണ്? 7th ഫ്ലോറിലാണ്. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. ഓക്കെ, H lives on the floor number 7, so that is the answer. Option number D. In next, who among the following lives on the floor number 5? In 5th floor lo ആരാണ്? F ആണ്. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് ഇനിക്വാലിറ്റി ആണ് ഏറ്റവും ഈസിയസ്റ്റ് ടോപ്പിക് അല്ലേ. ഓക്കെ, സോ നമുക്ക് സ്പീഡിൽ ചെയ്യാം. ബി ഗ്രേറ്റർ ദാൻ ജി, ബി ഗ്രേറ്റർ ദാൻ ഇ, ഇപ്പോൾ ഡി ആണ് കണക്ട് ചെയ്യുന്നത്, ജി അല്ലേ. സോ ബി ഗ്രേറ്റർ ദാൻ ഡി ആണ്. സോ ഡി, യാ ദാറ്റ് ഈസ് കറക്റ്റ്. ആൻഡ് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ്, എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി, സോറി എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് അല്ലേ. ഡി ആൻഡ് ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ്. സോ ബോത്ത് ആണ് ആൻസർ. കിട്ടിയോ നിങ്ങൾക്ക്? അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കിട്ടാത്തവർക്ക്. അതായത് ബി ഗ്രേറ്റർ ദാൻ ജി, ബി ഇവിടെ എന്താണ്, ബിയും ജീനെയും കണക്ട് ചെയ്യുന്നത് ആരാണ്? ജി ഇവിടെയാണ്, ബി ഇവിടെയാണ്. ഇവർ രണ്ടാളെയും കണക്ട് ചെയ്യുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് ഡി ആണ് അല്ല. ഇവിടെയുണ്ട് ഡി, ഇവിടെയുണ്ട് ഡി. സോ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്ററും വന്നു കഴിഞ്ഞാൽ എന്താണ് എടുക്കേണ്ടത്? ഗ്രേറ്റർ ആണ് എടുക്കേണ്ടത്. സോ നമ്മൾക്കിവിടെ കിട്ടി ബി ഗ്രേറ്റർ ഡി എന്ന് കിട്ടി അല്ലേ. പിന്നെ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ വീണ്ടും ഗ്രേറ്ററും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ എന്താ എടുക്കേണ്ടത്? ബി ഗ്രേറ്റർ ജി എന്നാണ് വരിക. ഓക്കെ, ബി ഗ്രേറ്റർ ജി എന്നാണ് വരിക. സോ അതെന്താണ്? കൺക്ലൂഷൻ 1 ഫോളോസ്. ഇനി സെക്കൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ്. അപ്പം ഇവിടെ എന്താണ്? എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആണ്. എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആണ്. പിന്നെ ഇവിടെ നോക്കൂ, ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു എഫ്. അതായത് ഇയും എഫും ഈക്വൽ സെയിം ആണ്. സോ ഇതേ എങ്ങനെ വായിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്നാണ് വായിക്കുക. സോ രണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്. സോ ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ് ഇസ് ദ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് വൺ പെട്ടെന്ന് ചെയ്യൂ കേട്ടോ, വിത്തിൻ സെക്കൻഡ്സ്. So what is the answer? Neither 1 or 2 is the answer. കാരണം എന്താണ്? എച്ച് ഗ്രേറ്റർ ദാൻ എൽ ആണ്. സോ എച്ചിൻ്റെ സിമ്പിൾ നോക്കൂ നിങ്ങൾ, ബി ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആണ്. അപ്പോൾ എച്ച് നമ്മൾ തിരിച്ച് വായിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ എച്ചിൻ്റെ അടുത്തുള്ള സൈൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യില്ല എന്ന് കൊടുക്കുക. ബിക്കോസ് എച്ച് ഗ്രേറ്റർ ആണ് നമ്മുടെ കൺക്ലൂഷനിൽ. അപ്പോൾ ഒരിക്കലും അത് ഫോളോ ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ പകരം ആ സ്റ്റേറ്റ്മെൻറ്റിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആണെങ്കിൽ നമ്മളെങ്ങനെ വായിക്കും? എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് അല്ലേ. അപ്പോൾ പിന്നെയും നമ്മൾക്ക് എന്ത് ചെയ്യുക? ബാക്കി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ബാക്കി വരുമ്പം എച്ച് ഗ്രേറ്റർ എൽ വരുമോയെന്നൊന്ന് ചെക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എൻ ലെസ് ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആണ്. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ എന്താണ്? എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി അല്ലേ. എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പം തന്നെ എന്ത് ചെയ്യുക? അത് ഫോളോ ചെയ്യില്ല എന്ന് മനസ്സിലായി. ബിക്കോസ് എന്താണ്? എച്ചിന് ശേഷമുള്ള സൈൻ എന്ത് വരണം? ഗ്രേറ്റർ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, എന്നാൽ മാത്രമേ ഗ്രേറ്റർ എന്നുള്ളത് വരുള്ളൂ. അപ്പോൾ ഇത് ഫോളോ ചെയ്യില്ല. ഇനി നെക്സ്റ്റ് വൺ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒ ആണ്. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് കിട്ടി. പിന്നെ വരുന്നത് പക്ഷെ എച്ച് ഒ ആയിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് അത് നോക്കാൻ പറ്റില്ല. സോ എൻ ലെസ് ദാൻ ബി എന്നുണ്ട് അല്ലേ. എൻ ലെസ് ദാൻ ബി, അതായത് ബി ഗ്രേറ്റർ ദാൻ എൻ ആണ് അല്ലേ. ബി ഗ്രേറ്റർ ദാൻ എൻ ആണ്. ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ എൻ എന്ന് കിട്ടി. ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ഒ അല്ലേ. സോ ബി ഗ്രേറ്റർ ദാൻ ഒ ആണ്, അല്ലാതെ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒ അല്ല. സോ ആൻസർ ഇസ് നൈദർ കൺക്ലൂഷൻ 1 nor 2 ഫോളോസ്. സോ ഇത് പെട്ടെന്ന് ചെയ്യൂ. Okay, so what is the answer? Only conclusion 1 follows. Okay, എങ്ങനെയാണത്? കെ ഗ്രേറ്റർ ദാൻ സി. ഇവിടെ നോക്ക്, കെ ഇവിടെയാണ്, സി ഇവിടെയാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിട്ടാണ് വായിക്കുക? ഗ്രേറ്റർ ആയിട്ട്. ഇനി ഗ്രേറ്ററും, അപ്പോൾ ഇവിടെ എന്താ വരിക? കെ ഗ്രേറ്റർ ദാൻ ഐ എന്ന് വന്നു. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ, പിന്നെ ഗ്രേറ്ററും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വീണ്ടും എന്താണ്? കെ ഗ്രേറ്റർ ദാൻ സി എന്നാണ് വരിക. കെ ഗ്രേറ്റർ ദാൻ സി എന്നാണ് നമ്മൾ വായിക്കുക. ഓക്കെ, അപ്പോൾ സോ ഫസ്റ്റ് വൺ ഫോളോസ്. ഇനി സെക്കൻഡ് വൺ ഐ ലെസ് ദാൻ എസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ തന്നെ എന്താണ്? ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പം തന്നെ എന്ത് ചെയ്യുക? ഒരു ഡിഫറെൻറ്റ് ഓപ്പോസിറ്റിലായൊരു സൈൻ അല്ലേ വന്നിരിക്കുന്നത്. അപ്പം തന്നെ എന്ത് ചെയ്യുക? അത് ഫോളോ ചെയ്യില്ല എന്ന് കൊടുക്കുക. സോ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് ഇസ് ദ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് വൺ സിലോജിസം ആണ്. പെട്ടെന്ന് ചെയ്യാം.
ഓക്കെ. സോ നോ ഫോക്സ് ഇസ് ടൈഗർ. അപ്പോൾ ഇതാണ് ഫോക്സ് കേട്ടോ, എഫ് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഫോക്സ്. ഓക്കെ, നോ ഫോക്സ് ഇസ് ടൈഗർ, ഓൺലി എ ഫ്യൂ ട്രാക്ക് ഇസ് ട്യൂൺസ്. അത് വരയ്ക്കുന്നതിന് മുമ്പ് ഓൾ ട്യൂൺസ് ഇസ് ഫോക്സ് കൊടുക്കുക. അപ്പോൾ എന്താണ്, ഫോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുക, ട്യൂൺസ് കൊടുക്കുക. ഇനി ഓൺലി എ ഫ്യൂ ട്രാക്സ് ഇസ് ട്യൂൺസ്. അപ്പോൾ ഓൺലി എ ഫ്യൂ ട്രാക്സ് ഇസ് ട്യൂൺസ് പറഞ്ഞാൽ സം ട്രാക്ക് ഇസ് ട്യൂൺ, അല്ലേ, സം ട്രാക്ക് ഇസ് ട്യൂൺ ബട്ട് സം ട്രാക്ക് ഇസ് നോട്ട് ട്യൂൺസ്. ഓക്കെ, സോ ഓൺലി എ ഫ്യൂ കേസ് മറക്കണ്ട, ഓൺലി എ ഫ്യൂ കേസിൽ ഓൺലി എ ഫ്യൂ ട്രാക്ക് ഇസ് ട്യൂൺ, ഓൺലി എ ഫ്യൂ ട്രാക്ക് ഇസ് ട്യൂൺ നമ്മൾ എങ്ങനെ വരയ്ക്കുക, സം ട്രാക്ക് ഇസ് ട്യൂൺ, സം ട്രാക്ക് ഇസ് ട്യൂൺ ആൻഡ് സം ട്രാക്ക് ഇസ് നോട്ട് ട്യൂൺ. ഇത് രണ്ടിൻ്റെയും കൂടി എന്താണ് മിക്സ്, ഒരു സമ്മാണ് എന്ത്, ഓൺലി ഓഫ് ഫ്യൂ കേസ് എന്ന് പറയുന്നത്. രണ്ടും കൂടി വരുന്നതാണ്. ഇത് സം കേസും സം നോട്ട് കേസും കൂടി വരുന്നതാണ് ഓൺലി ഓഫ് ഫ്യൂ കേസ്. സോ ഓൺലി എ ഫ്യൂ ട്രാക്ക് ഇസ് ട്യൂൺസ് എന്ന് പറയുമ്പം സം ട്രാക്ക് ഇസ് ട്യൂൺ ആൻഡ് സം ട്രാക്ക് ഇസ് നോട്ട് ട്യൂൺസ് and all tunes is fox. Okay, so first conclusion എന്ന് പറയുന്നത് some track is tiger എന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് രണ്ടും എന്താണ് അൺനോൺ ആയിട്ട് നിൽക്കുന്ന, കണ്ടോ, ഒന്ന് ഇവിടെയാണ് ഒന്ന് ഇവിടെയാണ്, ഒരിക്കലും അവർ തമ്മിലില്ല, സം റിലേഷൻ ഇല്ല, അല്ലേ. ഇപ്പം പോസിബിൾ ആണെങ്കിൽ ഓക്കെ ഉണ്ടാവാം, പക്ഷേ എന്താണ് ഡെഫിനറ്റ് ആയിട്ടാണ് പറയുന്നത്, അല്ലേ. സം ട്രാക്ക് ഇസ് ടൈഗർ എന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാണ്. സോ ഇറ്റ് ഡസ് നോട്ട് ഫോളോ. നെക്സ്റ്റ് വൺ, നോ ട്രാക്ക് ഇസ് ടൈഗർ. അങ്ങനെയും പറയാൻ പറ്റുമോ, നോ ട്രാക്ക് ഇസ് ടൈഗർ ഇസ് എ പോസിബിലിറ്റി എന്നല്ല കൊടുത്തത്, നോ ട്രാക്ക് ഇസ് ടൈഗർ ഡെഫിനറ്റ് ആയിട്ട് പറയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ, ഇല്ല, കാരണം പോസിബിൾ റിലേഷൻസ് ഉണ്ട്. കാരണം ഈ ട്രാക്കും ഈ ടൈഗറും എന്ത് റിലേഷനാണ്, അൺനോൺ റിലേഷനാണ്. ഓക്കെ, അൺനോൺ റിലേഷനാണ്, അല്ലാതെ നോ റിലേഷൻ അല്ല. ഓക്കെ, ഇപ്പം നോ ട്രാക്ക് ഇസ് ടൈഗർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ട്രാക്കും ടൈഗറും ഒരു ബന്ധമില്ല എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ട്രാക്കും ടൈഗറും ഇങ്ങനെയാണെങ്കിലാണ് എന്ത്, ഇങ്ങനെ കൊടുത്തിട്ടൊരു ക്രോസ് നമ്മൾ ആ ഡയഗ്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ ട്രാക്കും ടൈഗറും തമ്മിൽ ഒരു ബന്ധമല്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ക്രോസ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ, ഇല്ല, ഇവർ തമ്മിൽ അൺനോൺ റിലേഷനാണ്. ഇപ്പോൾ ഈ ഫോക്സും ടൈഗറും എന്താണ്, കണ്ടോ, നോ റിലേഷനാണ്. ഫോക്സും ടൈഗറും തമ്മിൽ നോ റിലേഷനാണ്. പക്ഷേ ഈ ട്രാക്കും അതേപോലെ ഈ ട്രാക്കും ടൈഗറും എന്ത് റിലേഷനാണ്, അൺനോൺ റിലേഷനാണ്. അപ്പോൾ ഒരിക്കലും നോ എന്ന് പറയുന്ന കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇതും എന്ത് ചെയ്യില്ല, ഫോളോ ചെയ്യില്ല. പക്ഷേ നിങ്ങൾ നൈദർ കൺക്ലൂഷൻ 1 or 2 ഫോളോസ് എന്ന് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം, ട്രാക്സും രണ്ട് കൺക്ലൂഷനും തെറ്റിയല്ലോ. അപ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് കൺക്ലൂഷൻ നോക്കുക. രണ്ടിലും എന്താണ്, ട്രാക്ക് ഉണ്ട്, രണ്ടിലും എന്തുണ്ട്, ടൈഗർ ഉണ്ട്. എലമെൻ്റ് അല്ല, സെയിം എലമെൻ്റ് ആണ് ട്രാക്ക്, അതേപോലെ ടൈഗർ ഉണ്ട്. പിന്നെ പറയുന്നത് രണ്ടും എന്ത് ചെയ്തില്ല, ഫോളോ ചെയ്തിട്ടില്ല, രണ്ടും ഫോളോ ചെയ്യുന്നില്ല. പിന്നെ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി പെയർ ആണ്. ഏത്, സം നോ എന്ന് പറയുന്നത് എന്താണ്, കോംപ്ലിമെൻ്ററി പെയർ ആണ്. സം നോ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി പെയർ ആണ്. സോ അതിൻ്റെ ആൻസർ വരുന്നത് എന്തായിരിക്കും, ഐദർ കൺക്ലൂഷൻ 1 nor 2 ഫോളോസ്. ഐദർ കൺക്ലൂഷൻ, ഇതാണ് എൻ്റെ ആൻസർ. Either conclusion 1 or 2 follows. Okay, so some table or chair. പെട്ടെന്ന് ചെയ്യാട്ടോ. Okay, some table are chairs. Some table are chair ആണ്. Only a few chair are lamp. Only a few chair are lamp. Lamp എന്ന് പറഞ്ഞാൽ some chair are lamp ആണ്, അല്ലേ. some chair are lamp ആണ്. അതേപോലെ some chair are not lamp ആണ്. And no lamp is bottle. ഇതെന്താണ്, ബോട്ടിലാണ്. ഓക്കെ, സോ ഫസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഓൾ ചെയർ ബീയിങ് ലാമ്പ് ഇസ് എ പോസിബിലിറ്റി. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കാരണം ഈ ചെയറും ലാമ്പ് എന്ന് പറയുന്നത് ഓൺലി എ ഫ്യൂയുടെ കേസാണ്, അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുൻപത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓൺലി എ ഫ്യൂ കേസിൽ ഓൺലി എ ഫ്യൂ ചെയർ ആ ലാമ്പ്, അല്ലെ. ഓൺലി എ ഫ്യൂ ചെയർ ആ ലാമ്പ് എന്ന് പറയുകയാണെങ്കിൽ all lamp are chair. All lamp are chair എന്താണ്,
അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഓൾ ലാമ്പ് ആർ ചെയർ. ഓക്കെ, സോ ഓൺലി എ ഫ്യൂ ചെയർ ആർ ലാമ്പ് എന്ന് പറയുമ്പം ഓൾ ലാമ്പ് ആർ ചെയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പോസിബിൾ, ബിക്കോസ് എന്താണ്, ഓൺലി എ ഫ്യൂ ചെയർ അല്ലേ, അപ്പോൾ ഓൾ ചെയർ ആർ ലാമ്പ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അങ്ങനെ ഒരു പോസിബിൾ കണ്ടീഷൻ ഉണ്ടാവില്ല അല്ലേ, ബിക്കോസ് ഓൾ ചെയർ ആർ ലാമ്പ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫോളോ ചെയ്യില്ല, കാരണം ഓൺലി എ ഫ്യൂ ചെയർ ആണ്. പിന്നെ എങ്ങനെയാണ് എല്ലാ ചെയറും ലാമ്പിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക, അപ്പോൾ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഓൺലി എ ഫ്യൂ കേസിൽ വരില്ല. ഓക്കെ, അപ്പോൾ ഓൺലി എ ഫ്യൂ എ ആർ ബി എന്ന് പറഞ്ഞാൽ ഓൾ ബി ആർ എ പോസിബിൾ ആണ്. ഏത് കേസിൽ? ഓൺലി എ ഫ്യൂ കേസിൽ. ഓൺലി എ ഫ്യൂ എ ആർ ബി എന്ന് പറയുകയാണെങ്കിൽ ഓൾ ബി ആർ എ ഇസ് എ പോസിബിലിറ്റി. ഓക്കെ, അത് എഴുതിയെടുത്തോ. പിന്നെ ഓൾ ചെയർ ബീങ് ലാമ്പ്, അതാണ് പറയുന്നത്. ഓൾ ചെയർ, ഈ കണ്ടീഷനാണ് പറയുന്നത്. ഓൾ ചെയർ ബീങ് ലാമ്പ് ഇസ് എ പോസിബിലിറ്റി? നോ. അപ്പോൾ ഇത് ഫോളോ ചെയ്യില്ല. സം ചെയർ ആർ നോട്ട് ബോട്ടിൽ. സം ചെയർ ആർ നോട്ട് ബോട്ടിൽ. കാരണം സം ചെയർ ഇതാണ് അല്ലേ, സം ചെയർ ഇതാണ്. സം ചെയർ ആർ നോട്ട് ബോട്ടിൽ. സം ചെയർ എന്ന് പറയുമ്പം ഇതല്ലേ, സം ചെയർ എന്താണ്, നോട്ട്. ഓക്കെ, സം ചെയർ ഇതാണ്. സം ചെയർ എന്തല്ല, ബോട്ടിലല്ല അല്ലേ, അപ്പോൾ അതെന്താണ്, കറക്റ്റ് ആണ്. സോ സം ചെയർ ആർ നോട്ട് ബോട്ടിൽ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. കാരണം സം ചെയർ എവിടെയാണ്, ലാമ്പിൻ്റെ ഒരു പാർട്ടാണ് സം ചെയർ. അപ്പോൾ അതെന്തല്ല, ബോട്ടിലല്ല എന്ന് ഡയഗ്രത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. സോ ദ ആൻസർ ഇസ് ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. So next one, only cats are monkeys. Only cats are monkeys. Only A R B എന്ന് പറഞ്ഞാൽ എന്താണ്, all A R, sorry, all B R A ആണ്. Only A R B എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് all B R A ആണ്. ഓക്കെ, സോ ഓൺലി ക്യാറ്റ്സ് ആർ മങ്കീസ് എന്ന് പറഞ്ഞാൽ ഓൾ മങ്കീസ് ആർ ക്യാറ്റ്സ് ആൻഡ് ഓൾ മങ്കീസ് ആർ എഗെയിൻ എന്താണ് പറയുന്നത്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ഓൾ മങ്കീസ് ആർ പഗ്സ് എന്ന് പറയുന്നുണ്ട്. Only a few pugs are pets. Only a few pugs are pets ആണ്. അപ്പോൾ only a few pugs are pets എന്ന് പറഞ്ഞാൽ some pugs are pets ആണ്. അതേപോലെ some pugs are not pets ആണ്. ഓക്കെ, so only cats are monkeys. Only a few pugs are pets. Then all monkeys are pugs. Okay, so first conclusion, all pets can never be pugs ആണ്. all pets can never be pugs. ഇതെന്താണ്, പഗ്സും പെറ്റ്സ് എന്ന് പറയുന്നത് ഓൺലി എ ഫ്യൂ കേസ് ആണ്. സോ ഓൺലി എ ഫ്യൂ പഗ്സ് ആർ പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾ പെറ്റ്സ് ആർ പഗ്സ് എന്താണ്, പോസിബിൾ ആണ് അല്ലെ. ഓൾ പെറ്റ്സ് ആർ പഗ്സ് പോസിബിൾ ആണ്. ഓൾ പെറ്റ്സ് ക്യാൻ നെവർ ബി പഗ്സ് എന്ന് പറയുമോ? ഇല്ല. ഓക്കെ, പറയില്ല. പിന്നെ ഓൾ ക്യാറ്റ്സ് ആർ പെറ്റ്സ്. ഓൾ ക്യാറ്റ്സ് ആർ പെറ്റ്സ് അല്ല. ഓൾ ക്യാറ്റ്സ് ആർ പെറ്റ്സ് ആണോ? അല്ല, കാരണം ഇതിനകത്ത് അത് പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ പിന്നെയും പോട്ടെ, പക്ഷേ ഇതെന്താണ്, ഓൾ ക്യാറ്റ്സ് ആർ പെറ്റ്സ് എന്ന് ഡെഫിനറ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നൈദർ കൺക്ലൂഷൻ 1 nor 2 ഫോളോസ്. ഓക്കെ, നോ ബോക്സസ് ബുക്ക്. No box is book and few cup is book. Only a few knife is box. So some knife is box and some knife is not box. Okay, so
ഓക്കെ സോ ഓക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞോ? സോ സം നൈഫ് ബീങ് ബുക്ക് ഇസ് എ പോസിബിലിറ്റി. സം നൈഫ് ബീങ് ബുക്ക് ഇസ് എ പോസിബിലിറ്റി. എവിടെയാണ്? അതെയാ, നൈഫ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ബുക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് രണ്ടും എന്ത് റിലേഷനാണ്? അൺനോൺ റിലേഷനാണ് അല്ലേ? നൈഫും ബുക്കും എന്ത് റിലേഷനാണ്? അൺനോൺ റിലേഷനാണ്. അപ്പോൾ അൺനോൺ റിലേഷനിൽ എന്ത് പോസിബിൾ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അങ്ങനെയുണ്ട് അല്ലേ? ഞാനിത് ഓൾറെഡി സിലോജിസിൻ്റെ ബേസിക് ക്ലാസ്സസിലൊക്കെ ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ സം നൈഫ് ബീങ് ബുക്ക് ഈസ് എ പോസിബിലിറ്റി. സോ ഓൾ കപ്സ് ബീങ് ബുക്ക് ഈസ് എ പോസിബിലിറ്റി. ഈ നെക്സ്റ്റ് കപ്പും ബുക്കും ആണ്. സോ സം ബുക്സ് ആർ കപ്പാണ്. ഫ്യൂ കപ്പ് ഇസ് ബുക്ക്. ഫ്യൂ കപ്പ് ഇസ് ബുക്ക് എന്ന് പറഞ്ഞാൽ സം കപ്സ് ഇസ് ബുക്കാണ്. സോ ഓൾ കപ്പ് ബീങ് ബുക്ക് ഈസ് എ പോസിബിലിറ്റി അല്ലേ? പോസിബിലിറ്റി ആവാം. സോ ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ് ഇസ് ദ ആൻസർ. നിങ്ങൾക്ക് കിട്ടിയില്ല ആൻസർ? ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ, പി ഈസ് ദ ഫാദർ. സോ മെയിലൊക്കെ നിങ്ങൾ സ്ക്വയർ ആയിട്ടും ഫീമെയിലൊക്കെ ജസ്റ്റ് സർക്കിൾ ആയിട്ട് ചെയ്യാം. ഇനി പ്ലസ് മൈനസ് ആണ് നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നെങ്കിൽ പ്ലസ് മൈനസ് സിമ്പിൾസ് കൊടുക്കുക മെയിലിനും ഫീമെയിലിനും. ഓക്കെ സോ പി ഈസ് ദ ഫാദർ ഓഫ് എൻ ആണ് ആൻഡ് എൻ ഇസ് ദ മദർ. മദറിന് സർക്കിൾ കൊടുക്കുക ബിക്കോസ് ഷീ ഫീമെയിൽ ആണ്. എൻ ഇസ് ദ മദർ ഓഫ് ക്യൂ ആണ്. എൻ ഇസ് ദ മദർ ഓഫ് ക്യൂ ആൻഡ് ടി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ. അപ്പോൾ ഇവർ സിബ്ലിങ്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ കൊടുക്കുക. ടി ഈസ് ദ ബ്രദർ ആണ്. ടി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ. ക്യൂയുടെ ജെൻഡർ നമുക്കറിയില്ല. എം ഇസ് ദ ഫാദർ ഓഫ് ടി. അപ്പം എന്നിൻ്റെ മക്കളാണ് ക്യൂവും ടിയും അല്ലേ? അപ്പം ടിയുടെ ഫാദറാണ് എം. ടിയുടെ ഫാദറാണ് എം. അപ്പോൾ എന്തായാലും ഇവരെന്താണ്? മാരീഡ് കപ്പിളാണ്. എന്നും എമ്മും മാരീഡ് കപ്പിളാണ് അല്ലേ? ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ ഇവരുടെ പേരൻസ് ആണ്, അമ്മയും അച്ഛനും ആണ്. സോ ക്യൂവിൻ്റെ ജെൻഡർ നമുക്കറിയില്ല. വി ഇസ് ദ സൺ ഓഫ് ക്യൂ. വി ഇസ് ദ സൺ ഓഫ് ക്യൂ. വി ഇസ് ദ സൺ ഓഫ് ക്യൂ ആണ്. ആർ ഇസ് ദ ഫാദർ ഓഫ് വി. ആർ ഇസ് ദ ഫാദർ ഓഫ് വി. അപ്പോൾ ക്യൂവിൻ്റെ കുട്ടിയാണ് വി അല്ലേ? സണ്ണാണ് വി. പിന്നെന്ത് പറയുന്നത്? വിയുടെ ഫാദറാണ് ആര്? ആറ്. ആറ് ഫാദർ ആണെങ്കിൽ എന്തായാലും ക്യൂ ആരായിരിക്കും? മദർ ആയിരിക്കും, ബിക്കോസ് അവർ മാരീഡ് കപ്പിൾ ആയിരിക്കുമല്ലോ. സോ യു ഈസ് ദ മദർ ഓഫ് ആർ. ഇനി ആറിൻ്റെ മദർ എന്ന് പറയുന്നത് ആരാണ്? യു ആണ്. ഓക്കെ സോ ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഇസ് പി റിലേറ്റഡ് ടു ടി. പി ആരാണെന്നാണ്. ടി ആരാണെന്നല്ല, പി ടിയുടെ ആരാണ്. സോ ആരാണ്? പി ആരാണ്? ഗ്രാൻഡ് ഫാദർ ആണ്. കാരണം പിയുടെ പേരക്കുട്ടിയാണ്, ബിക്കോസ് ഗ്രാൻഡ് സൺ ആണ് ടി അല്ലേ? പി ഗ്രാൻഡ് ഫാദർ ആണ്. ടി എന്ന് പറയുന്ന ഗ്രാൻഡ് സൺ ആണ്, ബിക്കോസ് പിയുടെ മകളാണ് എൻ. എന്നിൻ്റെ കുട്ടിയാണ് ടി. സോ പി ഇസ് ദ ഗ്രാൻഡ് ഫാദർ ഇസ് ദി ആൻസർ. സോ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു യു. ക്യൂ ആരാണ് യുവിൻ്റെ എന്നാണ് ചോദിച്ചത്. ക്യൂ ആരാണ്? ഡോട്ടർ ഇൻ ലോ ആണ് അല്ലേ? കാരണം ക്യൂ ഒരു ഫീമെയിൽ ആണ്. ക്യൂവിൻ്റെ ഹസ്ബൻഡ് ആണ് ആര്? ആറ്. ആറിൻ്റെ അമ്മയാണ് യു. അതായത് യു എന്ന് പറയുന്നത് മദർ ഇൻ ലോ ആണ്. ക്യൂവിൻ്റെ മദർ ഇൻ ലോ ആണ്. ക്യൂവിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. സോ ക്യൂ ആരാണ്? യുവിൻ്റെ ഡോട്ടർ ഇൻ ലോ ആണ്. ഓക്കെ സോ ആൻസർ ഇസ് ഡോട്ടർ ഇൻ ലോ ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ഓക്കെ ഇനി പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. 8 people ആണ്. 8 people ഓൾ ആർ ഫേസിങ് നോർത്ത് ആണ്. ഓക്കെ 8 people ഫേസിങ് നോർത്ത് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് 2 കേസസ് വരച്ച് വെക്കുക. One, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 2 കേസ് നിങ്ങൾ എന്ത് ചെയ്യുക? സൈമിൾട്ടേനിയസ് ആയിട്ട് വരയ്ക്കുക. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ എല്ലാവരും എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? നോർത്താണ്. ഫേസിങ് ടുവേർഡ്സ് നോർത്ത്. ഓക്കെ എല്ലാവരും ഫേസിങ് ടുവേർഡ്സ് നോർത്താണ്. ദെൻ ഓൾ ആർ സിറ്റിംഗ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ് ടു ഈച്ച് അതർ. സോ സി ഈസ് സിറ്റിംഗ് 5th ലെഫ്റ്റ് ഓഫ് ജി എന്നാണ് ഫസ്റ്റ് വൺ. സി ഈസ് സിറ്റിംഗ് 5th ലെഫ്റ്റ് ഓഫ് ജി ബട്ട് നോട്ട് അറ്റ് എനി ഓഫ് ദ എക്സ്ട്രീം എൻഡ്സ്. ഓക്കെ ബട്ട് നോട്ട് അറ്റ് എനി ഓഫ് ദി എക്സ്ട്രീം എൻഡ്സ്. അതായത് സി എന്ന് പറയുന്നത് ജിയുടെ 5th ലെഫ്റ്റിലാണ്. പക്ഷേ 5th ലെഫ്റ്റിലാണെങ്കിലും പക്ഷേ എന്താണ്? സി എന്ന് പറയുന്ന ആ ആളുണ്ടല്ലോ, സി
എക്സ്ട്രീം എൻസിൽ വരാൻ പാടില്ല. ഇത് സിയെ കുറിച്ചാണ് പറയുന്നത്, ജീനെ കുറിച്ചല്ല. ഓക്കെ, കാരണം സീന്ന് തുടങ്ങിയിട്ടുള്ള ആ സെൻറ്റൻസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഓക്കെ, സോ സി ഈസ് സിറ്റിംഗ് ഫിഫ്ത്ത് ലെഫ്റ്റ് ഓഫ് ജി ബട്ട് നോട്ട് അറ്റ് എനി ഓഫ് ദ എക്സ്ട്രീം എൻസ്. സി എന്ന് പറയുന്നത് എക്സ്ട്രീം എൻസിൽ വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ജി ഇവിടെ കൊടുത്തു നോക്കാം. ഓക്കെ, ജി ഇവിടെയാണെങ്കിൽ 1 2 3 4 5 ഇവിടെ ആര് വരും? സി വരും അല്ലേ. ഇനി നമുക്ക് ഇവിടെ ജി കൊടുത്തു നോക്കാം. 1 2 3 4 5 അപ്പോൾ ഇവിടെ എന്ത് വരും? സി വരും. അങ്ങനെ 2 കേസ് നമുക്ക് കിട്ടി. ഇത് ഫസ്റ്റ് കേസ്, ഇത് സെക്കൻഡ് കേസ്. ഓക്കെ, അപ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടും ഒരേ സമയത്ത് സോൾവ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് ഏതെങ്കിലും ഒരു കേസ് ക്യാൻസൽ ആയി പോകും. പക്ഷേ നമുക്ക് ഇവിടെ ജിയുടെ കേസ് നമ്മൾ നോക്കി, അതേപോലെ ഇവിടെയും നമ്മൾ ജിയുടെ കേസ് നോക്കി. ഇനി ഇവിടെ ജിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം? സി എക്സ്ട്രീം എൻഡിലാണ് വരിക, ഈ എൻഡിൽ വരും അല്ലേ. അപ്പോൾ അത് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 2 കേസ് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ജി ആണ്. സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ജി അപ്പോൾ എവിടെയാണ്? ഇവിടെ കണ്ടോ, 1 2 സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ജി 1 2. E is sitting second left of G and only A is sitting between C and H. അപ്പോൾ സിൻ്റെയും എച്ചിൻ്റെയും ഇടയിൽ ആരാണുള്ളത്? ഓൺലി എ ആണ്. അപ്പോൾ സിൻ്റെയും എച്ചിൻ്റെയും ഇടയിൽ ഓൺലി എ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 കേസ് ഉണ്ട് അല്ലേ. ഇവിടെയും എച്ച് വരാം, ഇവിടെയും എച്ച് വരാം. 2 കേസ് ഉണ്ട്. സി കണ്ടോ, ഇവിടെയും എച്ച് വരാം, അതേപോലെ ഇവിടെയും എച്ച് വരാം, ഇവിടെ എ വരാം, അതേപോലെ ഇവിടെയും എ വരാം. ഇത് ആ ഫസ്റ്റ് കേസിൽ തന്നെ വീണ്ടും 2 കേസ് വരികയാണ്. സോ ദർ ഇസ് ഓൺലി 1 പേഴ്സൺ, പിന്നെ അറ്റ്ലീസ്റ്റ് 5 പേഴ്സൺസ് ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ഡി ആൻഡ് എഫ്. അപ്പോൾ ഡിയും എഫും തമ്മിൽ 5 ആൾക്കാർ മിനിമം വേണം അറ്റ്ലീസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് ഓക്കെ, എ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ സി ആൻഡ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദർ ഇസ് ഓൺലി 1 പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി. ബിൻ്റെയും ഡിൻ്റെയും ഇടയിൽ എത്ര ആളെ വരാൻ പാടുള്ളൂ? ഒരാളെ വരാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് കേസ് എടുത്ത് നോക്കുക. ഇവിടെ ബി ആണെങ്കിൽ ബി ഡി ഇവിടെ വരില്ല, കാരണം അതിൻ്റെ ഇടയിൽ ഒരാൾ വരണം. ഇവിടെ ബി ആണെങ്കിൽ ഈ എയുടെ പൊസിഷനിൽ ഡി വരണം അല്ല. അപ്പം അങ്ങനെ നമ്മൾക്ക് ഇവിടെ ഈ ഒരു കേസിൽ മാത്രമാണ് വരുന്നത്. കണ്ടോ, ബി ഡി ഇവിടെയും ബിയോ അല്ലെങ്കിൽ ഡിയോ അല്ലേ. ഒന്നെങ്കിൽ എക്സ്ട്രീം എൻഡിൽ ബി ആവാം അല്ലെങ്കിൽ ഡി ആവാം. അപ്പോൾ ബിൻ്റെയും ഡിൻ്റെയും ഇടയിൽ ഒരാളാണ് വരേണ്ടത്. അതിൽ ഇവിടെയാണ് ജിയുടെ ഇപ്പുറത്താണ് ലെഫ്റ്റിലാണ് ബി എന്നോ ജിയുടെ റൈറ്റിലാണ് ഡി എന്ന് നമുക്ക് ഉറപ്പിച്ചിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 5 പേഴ്സൺസ് ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ഡി ആൻഡ് എഫ്. ഡിൻ്റെയും അപ്പോൾ ഇത് ആരാണ് ബാക്കിയുള്ളത്? എഫ് ആണ് അല്ലേ. സോ 5 പേഴ്സൺസ് മിനിമം അറ്റ്ലീസ്റ്റ് ആണ് മിനിമം ഉണ്ടാവുന്നത്. സോ 1 2 3 4. അപ്പോൾ ഇവിടെ ഒരിക്കലും എന്തല്ല? ഡി അല്ല, കാരണം ഇതാണ് ഡി വരിക. കാരണം അറ്റ്ലീസ്റ്റ് എത്ര ആൾക്കാർ വരണം? ഡിയും എഫും തമ്മിൽ 5 ആൾക്കാർ മിനിമം വരണം. മിനിമം അതായത് അറ്റ്ലീസ്റ്റ് 5 ആൾക്കാർ വരണം. 5. ഓക്കെ, സോ ഇവിടെ ഡി ആണെങ്കിൽ എത്രയാണ് വരിക? 1 2 3 4 വരുള്ളൂ അല്ലേ. 5നേക്കാളും കുറവാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡി കൊടുത്തത്. ആക്ച്വലി നമ്മൾക്ക് കിട്ടി. പിന്നെ ഇതെങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് കേസ് എങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം നമ്മളിവിടെ എച്ച് ഇതും ഓക്കെ എച്ച് എ ഈ ഒരു കേസ് നോക്കുക. ഓക്കെ, സിയും എച്ചും തമ്മിൽ സിൻ്റെയും എച്ചിൻ്റെയും ഇടയിൽ എ സിറ്റിംഗ് ബിറ്റ്വീൻ സി ആൻഡ് എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിയും എയും തമ്മിൽ എന്താണ്? ഒരാളെ ഉള്ളൂ. ബിയും ഡിയും തമ്മിൽ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എച്ച്, ഇവിടെ എ, ഇവിടെ സി. ഇനി ഇവിടെ ബി കൊടുക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ഡി വരണം. ഇനി ഇവിടെ ബി കൊടുക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ആരാണ്? ഒ ആണ്. ഓക്കെ, ഇവിടെ ബി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഡി, അല്ലെങ്കിൽ ഇവിടെ ഡി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ബി. പക്ഷെ എഗെയിൻ എഫ് ആയിട്ട് ഡിയും എഫും എത്ര ആൾ വരണം? മിനിമം 5 ആൾ വരണം. അപ്പോൾ ഈ കേസിൽ ഇവിടെ എ കൊടുക്കുന്ന എച്ച് കൊടുക്കുന്ന കേസാണെങ്കിലും സി ഇവിടെ എച്ച് കൊടുക്കുന്ന കേസ് ഇവിടെ എ ഈ കേസിലാണെങ്കിലും അതെന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? എഫ് സി എ എച്ച് ഇ ബി ജി ഡി ഇസ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കണ്ടീഷൻസും ശരിയാണോ നോക്കുക. സി സിറ്റിംഗ് ഫിഫ്ത്ത് ലെഫ്റ്റ് ഓഫ് ജി ആണ്. 1 2 3 4 5 ആണ്. പിന്നെ ഇ സിറ്റിംഗ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ജി.
1, 2 and A is sitting between C and H. C ൻ്റെ Hൻ്റെ ഇടയിൽ A ആണ് and only one person between B and D. B ൻ്റെയും D ൻ്റെ ഇടയിൽ ഒരാളാണ്. then at least 5 persons are sitting between D and F. D ൻ്റെയും F ൻ്റെയും ഇടയിൽ 1, 2, 3, 4, 5, 6 ആളുണ്ട്. സോ മിനിമം 5 ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 of the following 5 options are same in a certain way. ഇതിൽ odd one out അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ എഫ് എച്ച് ആണ്. എഫ് ഇവിടെയാണ്, പിന്നെ എച്ച് എവിടെയാണ്? ഇവിടെയാണ്. അതായത് 2 എണ്ണം കഴിഞ്ഞിട്ടാണ് എച്ച്. എഫ് കഴിഞ്ഞ് 2 എണ്ണം കഴിഞ്ഞ് എച്ച് ആണ്. ഇനി എ ബി, എ കഴിഞ്ഞിട്ട് 2 എണ്ണം കഴിഞ്ഞിട്ടാണ് ബി അല്ലേ? എ ഇവിടെയാണ്, 2 എണ്ണം കഴിഞ്ഞിട്ട് എച്ച് ഇ കഴിഞ്ഞിട്ടാണ് ബി. സോ ഇതൊക്കെ എന്താണ്? ഒരേ പാറ്റേൺ ആണ്. ഇനി ബി ഇ നോക്കൂ, ബി കഴിഞ്ഞിട്ട് ഇ, എച്ച് ജി നോക്കാം. എച്ച് കഴിഞ്ഞിട്ട് 1, 2, വീണ്ടും എച്ച് കഴിഞ്ഞിട്ട്, ഇതൊക്കെ എന്താണ്? ഒരേ പാറ്റേൺ ആണ് അല്ലേ? ഇനി ബി ഇ എന്ന് പറയുമ്പം ബിയും ഇയും എന്താണ്? തൊട്ടടുത്തുള്ളതാണ്. പക്ഷെ സി ഇ നോക്കൂ, സി കഴിഞ്ഞിട്ട് എയും എച്ചും കഴിഞ്ഞിട്ട്, അതായത് 2 എണ്ണം കഴിഞ്ഞിട്ടാണ് ഇ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഒരേ പാറ്റേൺ ആണ്. ഇത് മാത്രമാണ് ഓഡ് വൺ ഔട്ട്. സോ ഓഡ് വൺ ഔട്ട് ഡി ആണ് ആൻസർ. ബി ഇ വരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സൺസ് ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ഡി ആൻഡ് എച്ച്? ഡിൻ്റെയും എച്ചിൻ്റെയും ഇടയിൽ എത്ര ആൾക്കാരാണ്? 1, 2, 3 ആണ്. സോ 3 is the answer. Which of the following statement is true ആണ്? 3 persons are sitting between A and D. എൻ്റെയും ഡിൻ്റെയും ഇൻ ബിറ്റ്വീൻ 3 ആണോ? അല്ല, മോർ ദാൻ 3 ആണ്. അപ്പോൾ അതല്ല. ബി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എച്ച്. ബി അല്ല, എച്ച് ഇ ബി ആണ്. സോ ബി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എച്ച് അല്ല. ഇനി ഇ ഈസ് സിറ്റിംഗ് തേർഡ് റൈറ്റ് ഓഫ് എഫ്. ഇ ഈസ് സിറ്റിംഗ് തേർഡ് റൈറ്റ് ഓഫ് എഫ്. എഫിൻ്റെ 1, 2, 3 അല്ല, ഫോർത്ത് റൈറ്റ് ആണ് ഇ. അപ്പോൾ അതും എന്താണ്? ഫോൾസ് ആണ്. മോർ ദാൻ 4 persons are sitting to the right of എച്ച്. എച്ചിൻ്റെ റൈറ്റിൽ മോർ ദാൻ 4 persons. 1, 2, 3, 4 അല്ല, ഓൺലി 4 persons ആണ്. ഇതാണ് എച്ചിൻ്റെ റൈറ്റ് അല്ലേ? എച്ചിൻ്റെ റൈറ്റിൽ എത്ര ആൾക്കാരാണ്? ഇ ബി ജി ഡി, ഓൺലി 4 persons. അപ്പോൾ ലാസ്റ്റ് ആയിരിക്കും ആൻസർ. ലാസ്റ്റ് നോക്കുക, നമ്പർ ഓഫ് പേഴ്സൺസ് സിറ്റിംഗ് ലെഫ്റ്റ് ഓഫ് എച്ചും റൈറ്റ് ഓഫ് ഇയും സെയിം ആണ്. ലെഫ്റ്റ് ഓഫ് എച്ചിൻ്റെ ലെഫ്റ്റിൽ എത്ര ആൾക്കാരുണ്ട്? 1, 2, 3 3 ആൾക്കാരാണ്. അതേപോലെ റൈറ്റ് ഓഫ് ഇ അല്ലേ? 3 ആൾക്കാർ. റൈറ്റ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഇൻ്റെ റൈറ്റ് ഇതാ ഇവിടെ, ബി ജി ഡി 3 ആൾക്കാർ. അപ്പോൾ അതും സെയിം ആണ്. സോ ഓപ്ഷൻ ഇ ഈസ് ദി ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഹൂ among the following is not sitting at any of the extreme ends? D, F, G. നോട്ട് സിറ്റിംഗ് അറ്റ് എനി ഓഫ് ദ എക്സ്ട്രീം എൻഡ്സ്. എക്സ്ട്രീം എൻഡ്സിൽ ഇരിക്കാത്തത് ആരാണ്? എഫും ഡിയും എക്സ്ട്രീം എൻഡ്സിലാണ് അല്ലേ? എഫും ഡിയും എക്സ്ട്രീം എൻഡ്സിലാണ്. സോ എ അല്ല, ബി അല്ല, ജി. ബോത്ത് എഫ് ആൻഡ് ജി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് എഫ് എക്സ്ട്രീം എൻഡിലാണ്. ബോത്ത് ഡി ആൻഡ് ജി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ഡി എക്സ്ട്രീം എൻഡിലാണ്. ഹൂ among the following is not sitting at any of the extreme end? ജി ആണ് അല്ലേ? ജി ആണ് എക്സ്ട്രീം എൻഡിൽ ഇരിക്കാത്ത ആൾ. ഇവിടെ എന്ന് പറയാൻ ബോത്ത് എഫ് ആൻഡ് ജി എന്ന് പറയാൻ പറ്റില്ല, കാരണം എഫ് എന്താണ്? എക്സ്ട്രീം എൻഡിലാണ്. ബോത്ത് ഡി ആൻഡ് ജി, ജി എക്സ്ട്രീം എൻഡിൽ അല്ലെങ്കിലും ഡി എന്താണ്? എക്സ്ട്രീം എൻഡിലാണ്. എഫ് ആൻഡ് ഡി ആണ് എക്സ്ട്രീം എൻഡിൽ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു ബി? സിയുടെ പൊസിഷനാണ്. സി ബി വെച്ച് നോക്കുമ്പോൾ എവിടെയാണെന്ന്? ബിയുടെ എവിടെയാണ് സി? ഓക്കെ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു ബി? 1, 2, 3, 4 ഫോർത്ത് ലെഫ്റ്റ് ആണ്. ഫോർത്ത് ലെഫ്റ്റ് ഓഫ് ബി. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഓക്കെ, ഫോർത്ത് ലെഫ്റ്റ് ഓഫ് ബി ആണ്. നിങ്ങൾ ആ ഡയഗ്രാം നോക്കുക. ബിയുടെ ലെഫ്റ്റിലല്ലേ? സി എവിടെയുള്ളത്? ഇതാണ് സി. ഇതാണ് സി, ഇതാണ് ബി അല്ലേ? സോ ബിയുടെ 1, 2, 3, 4 ഫോർത്ത് ലെഫ്റ്റ് ആണ്, ബിയുടെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ മന്ത് ബേസ്ഡ് പസിലാണ്. ഇത് കഴിഞ്ഞ് പിന്നെ ഇനിയൊരു 2 പസിൽസ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. സോ മന്ത് ബേസ്ഡ് പസിൽസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓരോ മാസത്തിൽ എത്ര ഡേയ്സ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലേ? നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കുമല്ലോ. ഇപ്പം ജാനുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ട്? 31 ഡേയ്സ് ആണ്. ഫെബ്രുവരി ആണെങ്കിൽ നോർമൽ എന്ന് പറയുമ്പോൾ 28 ഡേയ്സ് ആണ് അല്ലേ? ഇപ്പോൾ ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ആണ്. അപ്പോൾ നമ്മൾ നോർമൽ ഡേയ്സ് ആണ് എടുക്കുക. ഫെബ്രുവരി 28 എന്നാണ് എടുക്കുക. പക്ഷേ അതിൽ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രം 29 എടുത്താൽ മതി, ലീപ്പ് ഇയർ എന്ന് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ. സോ ജാനുവരി 31 ആണ്. പിന്നെ 30, 31, 30, 31 എന്ന് പറഞ്ഞിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരിക
ഓക്കെ. സോ മാർച്ച് എത്രയാണ്? 31. മാർച്ച് 31. മാർച്ച് 31. പിന്നെന്താണ്? എല്ലാം ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരുന്നത്. മാർച്ച് 31 ആണെങ്കിൽ ഏപ്രിൽ എത്ര വരും? 30 വരും. മെയ് 31 വരും. ജൂൺ 30. ഓക്കെ, ജൂൺ 30. അപ്പോൾ നിങ്ങൾ ചിലതൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിരിക്കും. കാരണം ഇൻ ബിറ്റ്വീനിലുള്ള ഏതെങ്കിലും ഒരു മാസമല്ലേ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ എണ്ണാൻ നിൽക്കണ്ടല്ലോ. 30, 31 അങ്ങനെ ഓൾട്ടർനേറ്റ് എണ്ണാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ജാനുവരി 31 ആണ്. പിന്നെ ഫെബ്രുവരി 28 ആണ്. പിന്നെ മാർച്ച് എന്താണ്? 31 ആണ്. പിന്നെ മാർച്ച് 31 ആണെങ്കിൽ ഏപ്രിൽ 30 ആയിരിക്കും. മെയ് 31 ആയിരിക്കും. ജൂൺ 30 ആണ് അല്ലേ? അപ്പോൾ ജൂലൈ എത്ര ആയിരിക്കും? ജൂലൈ 30 കഴിഞ്ഞാൽ പിന്നെന്താ വരിക? 31 ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓഗസ്റ്റ് എന്താണ്? 30 അല്ല, വീണ്ടും എന്താണ്? 31 തന്നെയാണ്. ഓക്കെ, സോ ജൂലൈയും ഓഗസ്റ്റും 31 ആണ്. പിന്നെ സെപ്റ്റംബർ 30, നവംബർ 31, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ ആവശ്യമുള്ള മാസം എന്ന് പറയുന്നത് മാർച്ച്, ജൂലൈ, സെപ്റ്റംബർ, നവംബർ. പെട്ടെന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിത് ചെയ്യുമ്പോഴേക്കും ഇതിൽ തന്നെ എന്ത് ചെയ്യും? നിങ്ങൾ സാധാരണ പോലെ തന്നെ 2 കേസ് ചെയ്യാം. അപ്പം ഇതിൽ 2 ഡേറ്റ് ആണ് പറഞ്ഞത്. മാർച്ചിലാണെങ്കിലും എല്ലാ മാസത്തിലും എത്രയാണ്? 23, 29. അപ്പം ഓരോ മാസത്തിലും ഈ ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? 23ഉം 29ഉം. Okay, so the seminar is scheduled either on 23 or 29th of the month. അപ്പോൾ ഈ മാസത്തിൽ ഒന്നെങ്കിൽ 23-ലായിരിക്കും അല്ലെങ്കിൽ 29th-ലായിരിക്കും. ഓക്കെ, എന്ത് സെമിനാർ ഉണ്ടാവുക. അപ്പോൾ ഓരോ മാസത്തിലും 2 സെമിനാർ ഉണ്ട്. സോ ബി സെമിനാർ ഇസ് ഇൻ ജൂലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിയുടെ സെമിനാർ എന്നാണ്? ജൂലൈ ആണ്. പക്ഷേ 23 ആണോ 29 ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ബിയുടെ സെമിനാർ എന്നാണ്? ജൂലൈ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ 23 ആവാം അല്ലേ? ബിയുടെ സെമിനാർ ഒന്നെങ്കിൽ 23, ഇത് ഫസ്റ്റ് കേസാണ്. ഒന്നെങ്കിൽ 23 ആവാം, അല്ലെങ്കിൽ എന്താണ്? 29 ആവാം. Okay, so next one, there is one seminar scheduled between A and B. There is one seminar scheduled between A and B, and A seminar, പിന്നെ ഇവിടെ കണ്ടോ? A seminar is in a month having 31 days എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എയും ഓക്കെ, ഇനി എത്ര ഡേയ്സ് എന്നും കൂടി നമ്മളിവിടെ ഓൾറെഡി എഴുതി വെക്കണം. മാർച്ചിൽ 31 ദിവസമാണ്. അതേപോലെ ജൂലൈ 31 ദിവസമാണ്. സെപ്റ്റംബർ എത്ര ഡേയ്സ് ആണുള്ളത്? 30 ഡേയ്സ് ആണ്. നവംബറിലും എഗെയിൻ 30 ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ എയും ബിയും തമ്മിൽ ഒരു മീറ്റിംഗ് ആണ് ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം. എയുടെ മീറ്റിംഗ് 23 മാർച്ച് നമുക്ക് കൊടുക്കാം. പക്ഷേ എയുടെ സെമിനാർ 31 ദിവസമുള്ള മാസത്തിലാണ്. അപ്പം ഈ ഒരു കേസിൽ ഫസ്റ്റ് നമ്മൾക്ക് മേലെ കൊടുക്കാം. പിന്നെ ഇവിടെയാണെങ്കിൽ എവിടെ വരും? ഇവിടെ സെപ്റ്റംബറിൽ. പക്ഷേ സെപ്റ്റംബറിൽ എത്ര ഡേയ്സ് ആണ്? 30 ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ സെക്കൻഡ് കേസിൽ, ഇതാണ് ഫസ്റ്റ് കേസ്, ഇനി സെക്കൻഡ് കേസിൽ ഇവിടെയും പിന്നെ ഇവിടെ കൊടുക്കാം അല്ലേ? എ ഇവിടെ കൊടുക്കാം. ബിക്കോസ് മാർച്ചിലാണ്, 29th മാർച്ചാണ്. മാർച്ച് എന്ന് പറയുന്നത് 31 ഡേയ്സ് ഉണ്ട് അല്ലേ? പിന്നെ എന്താ ചെയ്യുക? താഴെ നമുക്ക്
ഇവിടെ കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് സെപ്റ്റംബർ ആണ്, സെപ്റ്റംബർ 30 days ഉള്ളൂ. സോ ദർ ഇസ് 1 സെമിനാർ ഷെഡ്യൂൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. പിന്നെ എന്താണ് എയുടെ സെമിനാർ എന്ന് പറയുന്നത് 31 ദിവസമുള്ള ഏതൊരു മാസത്തിലാണ്. ഡി ആൻഡ് സി ഹാവ് സെമിനാർസ് ഇൻ ദ സെയിം മന്ത് ആണ്. ജി ഹാസ് എ സെമിനാർ ഓൺ 29th of one of the month. ഏതൊരു മാസത്തിലെ 29th ജിയുടെ സെമിനാർ. സെമിനാർ ഓഫ് എച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സി. അപ്പോൾ സി കഴിഞ്ഞ് എച്ച്, സി എച്ച് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്, സി എച്ച്. ഓക്കെ, സിയുടെ തൊട്ട് സെമിനാർ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സി ആണ്. നമ്പർ ഓഫ് സെമിനാർസ് പിന്നെ എവിടെയാ, the number of seminars between A and E is same as the number of seminars between D and G. നമുക്കിനി ഫസ്റ്റ് മുതൽ ഒന്നും കൂടി വായിച്ചു നോക്കാം. ബിയുടെ സെമിനാർ, ദർ ഇസ് 1 സെമിനാർ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഡി ആൻഡ് സി ഹാവ് സെമിനാർസ് ഇൻ ദ സെയിം മന്ത്. ഓക്കെ, ഇനി എന്താണ്, സി എച്ച് എന്ന് പറഞ്ഞൊരു പാറ്റേൺ ഉണ്ട്. അതേപോലെ സിയും ഡിയും എന്താണ്, സെയിം മന്തിലുള്ള ഒരു സെയിം മന്തിലാണ് അവരുടെ സെമിനാർ, ഡിയും സിയും. അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് കേസസ് നോക്കാം. ഈ ഫസ്റ്റ് കേസിൽ ഇവിടെ കൊടുക്കാൻ പറ്റില്ല സി എച്ച് അല്ലേ. ഇനി ഇവിടെ സി എച്ച് കൊടുക്കുകയാണെങ്കിൽ സി എച്ച് 29 ജൂലൈ 29 സി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആരാണ് കൂടെയുള്ളത്, ബി ആണ്. പക്ഷെ ഡിയും സിയും ഒരുമിച്ച് വരണം. ഇനി ഇവിടെ കൊടുക്കുകയാണെങ്കിലോ സി ഡി സി അതായത് നമ്മൾക്ക് ഇവിടെ സിയും ഡിയും സെയിം മന്തിൽ വരണം. ഓക്കെ, സിയും ഡിയും സെയിം മന്തിൽ വരണം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ സിയും ഡി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം സി കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് തന്നെ എന്ത് വരണം, എച്ച് വരണം. അപ്പോൾ സി എച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ ഡി ഇവിടെയാണ് വരിക അല്ല. അപ്പം അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ നോക്കുക, സി ഇവിടെ എച്ച് ഇവിടെ, സി ഇവിടെ എച്ച് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്, ഡി കൊടുക്കാം അല്ലേ. അപ്പോൾ ഡി സി എച്ച് എന്ന് കിട്ടി. ഇനി ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ് കൊടുക്കുക, ഇവിടെ നമ്മൾക്ക് സി, ഇവിടെ സി, ഇവിടെ എച്ച്, ഇവിടെ ഡി സി എച്ച് സെയിം തന്നെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ സെമിനാർ ഓഫ് എഫ് സംവർ ബിഫോർ ജി ആണ്. അപ്പോൾ ജിയുടെ സെമിനാർ എന്ന് പറയുന്നത് 29th of one of the month ആണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ജി ആവാം അല്ലേ, 29th. പിന്നെ ഈ സെക്കൻഡ് കേസിൽ 29th ഫിൽഡ് ആണ് അല്ല. അപ്പോൾ ജി ഇവിടെ മാത്രമേ ഉള്ളൂ കേസ്. ഈ കേസിൽ സെമിനാർ ഓഫ് എഫ് ഇസ് സംവർ ബിഫോർ ജി. അപ്പോൾ ഇവിടെ എവിടെയോ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെയാണ് ആര്, എഫ് ഉള്ളത്, ജിയുടെ മുകളിൽ എവിടെയോ ആണ്. ഇനിയിപ്പോൾ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ജി എന്താണ്, ഇവിടെ കൊടുക്കാം. നമ്പർ ഓഫ് സെമിനാർസ് നമ്മൾ ഈ കേസ് ഒന്ന് ചെക്ക് ചെയ്യാം, സെക്കൻഡ് കേസ്. ഓക്കെ, അപ്പോൾ ജി ഇവിടെയാണെങ്കിൽ എഫ് ഇവിടെയോ ആണ് അല്ലേ. പിന്നെ പറയുന്നത് നമ്പർ ഓഫ് സെമിനാർസ് ബിറ്റ്വീൻ എ ആൻഡ് ഇ ഏതാ നമുക്കറിയില്ല അല്ലേ. അപ്പോൾ എയും ഇയും തമ്മിലുള്ള എത്ര പേരാണോ നമ്പർ ഓഫ് സെമിനാർസ് ബിറ്റ്വീൻ എ ആൻഡ് ഇ is സെയിം ആസ് ഡി ആൻഡ് ജി ആണ്. അപ്പോൾ ഡിയും ജിയും എത്ര ആൾക്കാരുണ്ട്, 1 2 2 ആൾക്കാരാണ്. പക്ഷേ ഇവിടെയാണ് ഒന്നെങ്കിൽ ഇ വരാൻ ചാൻസ്, അല്ലെങ്കിൽ ഇ വരാൻ ചാൻസ് എവിടെയാണ്, ഇവിടെയാണ്. അപ്പോൾ അവിടെ അത്ര ആൾക്കാരുണ്ടോ, ഇല്ല. അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ കേസ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ കേസാണ് നോക്കാനുള്ളത്. ഡിയും ജിയും എത്ര ആളുണ്ട്, 1 2 ആണ്. ഡിയും ജിയും 1 2 ആണ്. അങ്ങനെയാണെങ്കിൽ എയും 1 2 ഇവിടെയാണ് ആര് വരിക, ഇ വരിക. മനസ്സിലായി. അപ്പോൾ സെയിം ആണ്, എയുടെ ഇൻ ബിറ്റ്വീൻ 2 ആളാണ്. അതേപോലെ തന്നെ ഡിയുടെയും ജിൻ്റെയും ഇടയിൽ 2 ആളാണ്. ബാക്കി ആരാണ്, എഫ് ആണ്. ആൻഡ് എഫ് ഇസ് സംവർ എന്താണ് ബിഫോർ ജി. ഇപ്പോൾ കറക്റ്റ് ആയില്ലേ. സോ എ എഫ് ബി ഇ ഡി സി എച്ച് ജി ഇസ് ദി ആൻസർ. സോ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹു ഹാസ് എ സെമിനാർ ഓൺ 23rd of November? നവംബർ 23rd ആർക്കാണ്, എച്ച് ആണ് ആൻസർ. ഓപ്ഷൻ ഡി. How many persons have seminar before F? എഫിന് മുമ്പിൽ എത്ര പേർക്ക് സെമിനാർ ഉണ്ട്, ഓൺലി 1. എക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ ആൻസർ, 1. Which of the following combination is correct? E March, D 29, G November, F July. F July ആണോ, അല്ല. D March, പിന്നെന്താണ്, G November, യെസ്, G November ആണ്. അപ്പോൾ അത് കറക്റ്റ് ആണ്.
ഹു ഹാസ് സെമിനാർ ഓൺ 29th of July? 29th of July ആർക്കാണ്? ഇ ഈസ് ദി ആൻസർ. ഹൗ മെനി സെമിനാർസ് ആർ ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി? എഫ് ഡി എത്ര ആൾക്കാരുണ്ട്? മീൻസ് എത്ര ആൾക്കാർ, എത്ര സെമിനാർസ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ? 1 2 2 ആണ്. എഫ് ആൻഡ് ഡി 2. ആണ് ആൻസർ. ഓക്കെ നെക്സ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും 1 മാർക്കിന് എക്സാമിന് വരും, പക്ഷെ ഭയങ്കര ഈസിയാണ് അല്ലേ. സോ ഇതാണ് തന്നിരിക്കുന്ന വേർഡ്, അതിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, BANQUETTE. അപ്പോൾ എന്താ ചോദിച്ചത്? പെയർ ഓഫ് ലെറ്റേഴ്സ് ആണ്. ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ബി കഴിഞ്ഞിട്ട് CDEFGHIJ ആ ഒരു ആൽഫബറ്റ്, നമ്മുടെ ആൽഫബറ്റ് സീരീസിൻ്റെ അതുണ്ടോ നോക്കുക. ഓക്കെ, എ കഴിഞ്ഞിട്ട് ബി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് പോവാം. ഓക്കെ, പിന്നെ എ നോക്കുക, അടുത്തത് ഇത് കഴിഞ്ഞു, ഇനി എ നോക്കുക, BCDE. ഇവിടെ ഒരു പെയർ ഓഫ് ലെറ്റർ ഉണ്ട് അല്ലേ, കറക്റ്റ് 5th പൊസിഷനിൽ. അപ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെന്താ, റിവേഴ്സ് നോക്കുക, ബാക്ക്വേർഡ് നോക്കുക. എ കഴിഞ്ഞാൽ ബി തന്നെ അല്ലേ. ഇപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എ കഴിഞ്ഞിട്ട് BCDE. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങനെയാണെങ്കിൽ AB. അപ്പോൾ രണ്ടാമത്തെ 2 പെയർ ഓഫ് ലെറ്ററായി. 1 2. ഇനി N OPQRST ഇല്ല, ഇങ്ങോട്ടേക്കില്ല, ബാക്ക്വേർഡിലേക്കില്ല. ക്യൂന് RST. ത്രീ പെയേഴ്സായി. ഇനി ഉണ്ടോ? ഇ പിന്നെ T ഇല്ല. സോ എത്ര പെയർ ഓഫ് ലെറ്റേഴ്സ് ആണ്? 3. 3 is the answer. 3 pairs of letter. Next one circular table ആണ്. 8 people all are sitting around a circular table facing outside the center ആണ്. എല്ലാവരും എന്താണ്? facing outside the center. അപ്പോൾ എന്ത് ചെയ്യുക? 2 സർക്കിൾ നിങ്ങൾ സൈമിൾട്ടേനിയസ് ആയിട്ട് വരച്ചു പോവുക. ഓക്കെ, സോ എത്ര ആൾക്കാരാണ്? 1 2 3 4 5 6 7 8. 1. ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്തു പോവുക. 2 So all are facing outside the center. All are facing outside the center. സെൻറ്ററിലല്ല, ഓക്കെ, ഇൻസൈഡ് ദ സെൻറ്റർ അല്ല, ഔട്ട്സൈഡ് ദ സെൻറ്റർ. എല്ലാവരും എന്താണ്? സെയിം ഡയറക്ഷൻ ആണ്, ഔട്ട്സൈഡ് ദ സെൻറ്റർ തന്നെയാണ്. എഫും സിയും. സോ ഫസ്റ്റ് വൺ എഫ് ആൻഡ് സി ആർ നോട്ട് നൈബേഴ്സ്. 1 person is sitting between. അപ്പം നമ്മൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയത് ഏതാണ്? ഓക്കെ, ജി സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് എ. ഇത് നമുക്ക് പ്ലേസ് ചെയ്യാം അല്ലേ. ജി സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് എ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എ കൊടുക്കുകയാണെങ്കിൽ എവിടെയാണ് ജി ഉണ്ടാവുക? ഇവിടെയാണ് ജി അല്ലേ. ജി സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് എ. അപ്പോൾ നമ്മൾക്ക് ഇവിടെയും എന്ത് ചെയ്യുക? സ്പീഡിൽ ഇവിടെയും അങ്ങനെ തന്നെ കൊടുക്കുക. ഓക്കെ, ജി സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് എ. പിന്നെ പറയുന്നത് 2 people are sitting between G and H. ജിൻ്റെയും എച്ചിൻ്റെയും ഇടയിൽ 2 ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ജിയുടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ 1 2 ഇവിടെ ആരാണ്? എച്ച്. ഓക്കെ, ജിൻ്റെയും എച്ചിൻ്റെ ഇടയിൽ 2 ആൾ. ഇനി ജിയുടെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ 1 2. ഇത് രണ്ടാമത്തെ കേസ്. ഇത് ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇത് സെക്കൻഡ് കേസ് ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ജിയുടെ റൈറ്റ് സൈഡ് 1 2 എച്ച്. പിന്നെ ഇത് കഴിഞ്ഞു. ഇനി 3 people are sitting between. ഓക്കെ, ബി ആൻഡ് സി ആർ നോട്ട് ഇമ്മീഡിയറ്റ് നൈബേഴ്സ്. 1 person is sitting between ബി ആൻഡ് സി. ഇ സിറ്റ്. ഓക്കെ, ഇത് ഇ സിറ്റ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് എഫ്. ഇ സിറ്റ്. അപ്പോൾ എച്ച് നമുക്കുണ്ട് അല്ലേ. സോ എച്ചിൻ്റെ സെക്കൻഡ് ലെഫ്റ്റ് എവിടെയാണ്? 1 2. ഇവിടെയാണ് ഇ. അപ്പോൾ ഇവിടുത്തെ കേസിൽ 1 2 ഇവിടെ അല്ലേ. എച്ചിൻ്റെ സെക്കൻഡ് ലെഫ്റ്റ്. ഇതാണ് എച്ചിൻ്റെ റൈറ്റ് അല്ലേ. ഇങ്ങോട്ടേക്കല്ലേ, ഔട്ട്സൈഡ് ദ സെൻറ്റർ അല്ലേ. സോ ബി ആൻഡ് സി ആർ നോട്ട് ഇമ്മീഡിയറ്റ് നൈബേഴ്സ്. 1 person is sitting between ബി ആൻഡ് സി. ബിയും സിയും നമുക്കറിയില്ല, അപ്പോൾ നോക്കട്ടെ. എഫ് ആൻഡ് സി ആർ നോട്ട് നൈബേഴ്സ്.
3 people sitting between B and E. അപ്പോൾ നമുക്ക് E കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയുടെയും ബിൻ്റെയും ഇടയിൽ 3 ആൾക്കാരാണ്. 1 2 3. ഇവിടെ എന്താ ചെയ്യാം? ബി. ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിലും ഇയുടെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിലും 1 2 3 ബി തന്നെ. ഓക്കെ, സോ 1 2 3 ബി. കണ്ടോ? 1 2 3 ഇ. അപ്പോൾ ഇയും ബിയും തമ്മിൽ ഇൻ ബിറ്റ്വീൻ ഇയുടെയും ബിൻ്റെയും ഇൻ ബിറ്റ്വീൻ 3 ആൾക്കാർ. പിന്നെ ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും കഴിഞ്ഞു. 3 people are sitting between B and E. പിന്നെ B and C are not immediate neighbors of D. അപ്പോൾ ബീൻ്റെ അടുത്ത് ആര് വരില്ല? ഡി വരില്ല. അതേപോലെ സീൻ്റെ അടുത്തും ഡി വരില്ല. അപ്പോൾ ഇത് സി ആണെന്ന് മനസ്സിലായി അല്ലേ? ബി ആൻഡ് സി ആർ നോട്ട് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ഡി. അപ്പോൾ ഇത് സി ആണ്, കാരണം പിന്നെ ബാക്കി വരുന്ന ഡി അല്ലേ. അപ്പോൾ ഇവിടെ ഒരിക്കലും സി ആൻഡ് ഡി ഇവിടെ ഒരിക്കലും വരില്ല. പിന്നെ വരുന്നത് ബിയുടെ അടുത്ത് ആര് വരില്ല? ഡി വരില്ല. ഇവിടെ ഡി വരില്ല. പിന്നെ വരുന്ന ഡി ആൻഡ് സി ഈ രണ്ട് കേസ് ഭാഗത്താണ് വരിക. എഫ് ആൻഡ് സി ആർ നോട്ട് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫ് എവിടെയാണ്? ഓക്കെ, എഫും സിയും നെയ്ബേഴ്സ് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 person is sitting between B and C എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കേസിൽ എത്ര ആൾക്കാരാണ്? ബിൻ്റെയും സിൻ്റെയും ഇടയിലുള്ള എത്ര ആൾക്കാരാണ്? 1 2 ആണ്. അപ്പോൾ തന്നെ ഈ കേസ് എന്ത് ചെയ്തു? ഫോളോ ചെയ്യില്ല. ഓക്കെ, ഈ കേസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ബിയും കണ്ടോ, ഇവിടെ കണ്ടില്ല, 1 person is sitting between B and C. അപ്പോൾ എന്താണ്? 1 2. അപ്പോൾ ഇവിടെയാണ് സി. ഓക്കെ, ഇപ്പോൾ ബിയുടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ 1 person is sitting between B and H ആണ് അല്ലേ? പക്ഷേ ഇപ്പോൾ ബിയുടെ റൈറ്റ് സൈഡിൽ പോസിബിൾ കേസ് ഉണ്ട്. 1 person is sitting between B and C. പിന്നെ എഫ് സി നൈബേഴ്സ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണ് അല്ലേ? എഫ് സീൻ്റെ അടുത്തില്ല. പിന്നെ പറയുന്നത് എഫ് ആൻഡ് സി ആർ നോട്ട് നൈബേഴ്സ്, അത് കറക്റ്റായി. ബി ആൻഡ് സി ആർ നോട്ട് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ഡി. ബി ആൻഡ് സി ആർ നോട്ട് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് ഡി. അപ്പോൾ എന്താണ്? ബീൻ്റെ അടുത്ത് ഡി ഉണ്ടാവാൻ പാടില്ല, സീൻ്റെ അടുത്തും ഡി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എവിടെ ഡി ഉണ്ടാവുക? ഇവിടെയാണ് ഡി ഉണ്ടാവുക. കാരണം ബിയുടെ അടുത്ത് എന്തുണ്ടാവാൻ പാടില്ല? ഡി ഉണ്ടാവാൻ പാടില്ല. പിന്നെ ആരാ ബാക്കിയുള്ളത്? എ ബി സി ഡി ഇ എഫ്. എഫ് എഫ് ആണോ ബാക്കി? എ ബി സി ഡി ഇ എഫ് ജി എച്ച് അല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. സോ ആൻസർ, ഹൂ ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു ഡി? ആരാണ്? ഡിയുടെ തൊട്ട് ഓപ്പോസിറ്റ്, തൊട്ട് മുകളിൽ ഓപ്പോസിറ്റ് ആരാണ്? എ ആണ്. ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ലെഫ്റ്റ് ഓഫ് സി? തേർഡ് ലെഫ്റ്റ് ഓഫ് സി, തേർഡ് ലെഫ്റ്റ്. ഓക്കെ, തേർഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പം ഇതാണ് സിയുടെ ലെഫ്റ്റ് പാർട്ട് അല്ലേ? അപ്പം തേർഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 1 2 3 എഫ് ഇസ് ദ ആൻസർ. Who is sitting third right of A? Who is sitting third right of A? Third right, ഇതാണ് റൈറ്റ് പാർട്ട്. എയുടെ റൈറ്റ് പാർട്ട് ഇതാണ്. 1 2 3 ഈസ് ദി ആൻസർ. Who is sitting between E and C? ഇൻ്റെയും സിൻ്റെയും ഇടയിൽ ആരാണുള്ളത്? ഇ ഇതാണ് സി. ആരാണ്? ഇൻ്റെയും സിൻ്റെയും ഇടയിൽ ജി ആണ്. ആരാണ്? ജി. ഓക്കെ, നെക്സ്റ്റ് വൺ കോഡിംഗ് ഡീകോഡിംഗ് ആണ്. പെട്ടെന്ന് ചെയ്യാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കോഡ് ഫോർ കണ്ടക്ടർ? കണ്ടക്ടറിൻ്റെ കോഡ് എന്താണ്? കണ്ടക്ടർ എവിടെയുണ്ട്? കണ്ടക്ടർ ഇവിടെയുണ്ട്, അതേപോലെ ഇവിടെയുണ്ട്. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എന്തുണ്ടാവും? അതിൻ്റെ കോഡ് ഉണ്ടാവും. ഇപ്പോൾ നോക്ക്, ആർ ഐ കോമൺ ആയിട്ട് ഏതാ ഉള്ളത്? ആർ ഐ ഉണ്ട്, വി ഐ ഉണ്ട്. കണ്ടോ? ആർ ഐ വി ഐ അതേപോലെ പി എ മൂന്നെണ്ണം അല്ലേ? ആർ ഐ വി ഐ പി എ, ഈ മൂന്നെണ്ണം കണ്ടക്ടറിൻ്റെ കോഡാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് വേറെ എവിടെയെങ്കിലും കൂടി ഉണ്ടോ നോക്ക്. കാരണം കണ്ടക്ടർ എന്ന് പറയുന്ന വേർഡ് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും ഇല്ല കണ്ടക്ടർ. ഇല്ലല്ലോ, ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിലും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റിലും ഇല്ല. പക്ഷേ ഈ ആർ ഐ വി ഐ പി എ ഇതിലേതെങ്കിലും 3 കോഡ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. പി എ ഇല്ല, വി ഐ പക്ഷെ എന്താ കണ്ടോ, വി ഐ ഉണ്ട്. വി ഐ ഇവിടെയുണ്ട്, അതേപോലെ ഇവിടെയുണ്ട്. സോ നമ്മൾക്ക് ഒരിക്കലും വി ഐ എന്തല്ല, കണ്ടക്ടർ അല്ല എന്ന് പറയാം, തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആൻസർ എന്താണ്? ആർ ഐ അല്ലെങ്കിൽ പി എ ആണ്. സോ ഓപ്ഷൻ ഇ ഈസ് ദി ആൻസർ.
നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ റെപ്രസെൻ്റ് ആണ്. ഉറപ്പിച്ചിട്ട് അങ്ങനെ പറയല്ല, മേ റെപ്രസെൻറ്റ് YAPI സാധ്യത. ഓക്കെ, YAPIDU, YAPIDU. YA എവിടെയാണ്? ഇവിടെയാണ് YA. YA ഇവിടെ വേറെ എവിടെയും ഇല്ല. ഓക്കെ, PIDU ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇവിടെയും ഉള്ള ഏതോ ഒരു വേർഡാണ് DU. അതേതാണ്? യുവേഴ്സ് ആണ്. യുവേഴ്സ് ആണ് ഇവിടെയും മാത്രം ഉള്ളത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും യുവേഴ്സ് ഇല്ല. സോ യുവേഴ്സ് ആണ് DU എന്ന് മനസ്സിലായി. സോ DU എന്താണ്? യുവേഴ്സ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം YAPIDU ഏതായിരിക്കാം? യുവേഴ്സ് ഉണ്ടാവാം ആ സെൻറ്റൻസിൽ. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം, പിന്നെ ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ എന്തുണ്ട്? ഈ രണ്ട് ഓപ്ഷനിൽ ആരുണ്ട്? യുവേഴ്സ് ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. അപ്പോൾ നമ്മൾക്ക് DU കിട്ടി. ഇനി PI എന്താണ് നോക്കാം. PI ഇവിടെയാണുള്ളത്. ഇവിടെ മൈ കമ്പ്യൂട്ടർ ഇസ്. അപ്പോൾ ഇതിനകത്ത് കമ്പ്യൂട്ടർ മാത്രമാണുള്ളത്. സോ യുവേഴ്സ് കമ്പ്യൂട്ടർ അല്ലേ. അപ്പം PI ഇതിനകത്ത് മൈ കമ്പ്യൂട്ടർ ഇസ് ആണ്. അപ്പം ഈ രണ്ട് എന്താണ് ഓപ്ഷനിൽ കമ്പ്യൂട്ടറും ബാങ്കും ടാബ്ലറ്റും ബാങ്കും ആണ്. അപ്പോൾ അതിനകത്ത് പോസിബിലിറ്റി ഏതാണ്? കമ്പ്യൂട്ടർ തന്നെയാണ്. കാരണം ഇതിനകത്ത് ടാബ്ലറ്റും ബാങ്കും കൊടുത്തിട്ടില്ല ഈ സ്റ്റേറ്റ്മെൻറ്റിൽ. PIൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ കമ്പ്യൂട്ടർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ PI വരുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ. ഇല്ല, അപ്പോൾ അത് പോസിബിളാണ്. ഇനി നെക്സ്റ്റ് വൺ PIയും കിട്ടി. ഇനി YA ഏതാണ്? YA ഇവിടെ. ഓക്കെ, YA. സോ ബാങ്ക് ഫോർ മൈ കണ്ടക്ടർ, ബാങ്ക്. അപ്പോൾ രണ്ടിലും എന്തുണ്ട്? ബാങ്ക് ഉണ്ട് അല്ലേ, രണ്ടിലും ബാങ്ക് ഉണ്ട്. സോ യുവേഴ്സ് കമ്പ്യൂട്ടർ ബാങ്ക് ആണ് റൈറ്റ് ആൻസർ. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. സോ വാട്ട് ഇസ് ദ കോഡ് ഫോർ മൈ? മൈൻ്റെ കോഡ് എന്താണ്? മൈ എവിടെ? ഇവിടെ. പിന്നെ ഇവിടെയുണ്ട്, പിന്നെ ഇവിടെയുണ്ട്. മൂന്നെണ്ണത്തിലുള്ളതുകൊണ്ട് ഭയങ്കര ഈസിയാണ് അല്ലേ. അങ്ങനെ മൂന്നെണ്ണത്തിലുള്ളത് ഏതാണ് നോക്കുക. VI ഇവിടെ ഉണ്ട്, VI ഇവിടെ ഉണ്ട്, VI ഇവിടെ ഉണ്ട്. പിന്നെ VI വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ RI ആദ്യത്തെ രണ്ടെണ്ണത്തിൽ മാത്രം RI ഉള്ളൂ. VI ആണ് മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ടുള്ളത്. സോ വാട്ട് ഇസ് ദ കോഡ് ഫോർ മൈ? VI. ഓപ്ഷൻ നമ്പർ D, VI ഇസ് ദ ആൻസർ. In the given code language, my computer can be coded as my computer. My എന്താണ്? നമുക്ക് നേരത്തെ കിട്ടിയില്ലേ my? VI ആണ് അല്ലേ. സോ VI ഉള്ള ആൻസറൊക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക. VI. അപ്പോൾ ഇതിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒന്നാണ് ആൻസർ. ഇനി കമ്പ്യൂട്ടർ ഏതാണ്? കമ്പ്യൂട്ടർ VI മനസ്സിലായി. ഇനി PI ആണോ RI ആണോ കമ്പ്യൂട്ടർ ആവാൻ ചാൻസ്? നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ഏത് സ്റ്റേറ്റ്മെൻറ്റിലാണ്? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കമ്പ്യൂട്ടർ ഇല്ല, ഇതിനകത്ത് കമ്പ്യൂട്ടർ ഇല്ല, ഇതിനകത്തും കമ്പ്യൂട്ടർ ഇല്ല. അപ്പോൾ ഇതിനകത്ത് മാത്രമാണ് കമ്പ്യൂട്ടർ ഉള്ളത്. അത് PI ആണോ RI ആണോ? RI കണ്ടോ, ഇവിടെയുണ്ട് RI, ഇവിടെയുണ്ട് അല്ലേ, ഇവിടെയുണ്ട് RI. അപ്പോൾ RI അല്ലാന്ന് മനസ്സിലായി. പിന്നെ ഏതാ ഉള്ളത്? PI എവിടെ മാത്രമേ ഉള്ളൂ? ഈ കമ്പ്യൂട്ടറിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ആൻസർ? PI, VI ഇസ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും എന്ത് ചെയ്യുക? കൂപ്പൺ കോഡ് ദീപ്സ് DEEPZ ദീപ്സ് കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നാളെ ഇതേപോലെ തന്നെ വേറൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഓൺ CWJ മലയാളം ചാനൽ. ബൈ, ഗുഡ് നൈറ്റ്.